رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് അവനെ ഓർമ്മിക്കാനും അവന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനും പഠിക്കാനുമെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത്. അല്ലാഹു തആല ഈ തൗഫീഖ് നമ്മുടെ മരണം വരെ ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ. രണ്ട് സംസാരങ്ങൾ, രണ്ട് വിഷയങ്ങൾ റമളാന് മുമ്പായിക്കൊണ്ട് നാം ചിന്തിക്കേണ്ട, ഓർക്കേണ്ട രണ്ട് സംസാരങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. നാം സംസാരിക്കുന്ന അടുത്ത വിഷയം അൽ അഅ്മാലു സ്വാലിഹ ഫി റമളാൻ. നാം കാത്തിരിക്കുന്ന, നാം പ്രതീക്ഷയോടെ ഒരുങ്ങിയിരിക്കുന്ന ഒരു മുഅ്മിനിന്റെ ഏറ്റവും സന്തോഷവും സമാധാനവും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുമെല്ലാം സാധിക്കുന്ന അതിഥി എന്ന് തന്നെ ചില പണ്ഡിതന്മാർ ഉപയോഗിക്കാറുള്ള റമളാനിലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഒരുക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. സൽക്കർമ്മങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യൻ ചെയ്യേണ്ടതാണ്, അഥവാ ഒരു മുഅ്മിൻ ചെയ്യേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ്. എന്നാൽ റമളാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നാം കൂടുതൽ ഒരുങ്ങേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, റമളാൻ ആകുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ തുണി കച്ചവടം ചെയ്യുന്ന, വസ്ത്രങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ അവരുടെ കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള ചരക്കുകൾ വാങ്ങിയൊരുക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ പലഹാര സാധനങ്ങളാവട്ടെ, ഭക്ഷണ സാധനങ്ങളാവട്ടെ, മറ്റു പല വസ്തുക്കളുടെയും കച്ചവടക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അവരുടെ കച്ചവടത്തിന് ലാഭം ലഭിക്കുന്ന സീസൺ അടുത്തു വരുന്നതുകൊണ്ട്. ഓരോ മുഅ്മിനും അള്ളാഹുമായിട്ടുള്ള തിജാറത്തിലാണ്, കച്ചവടത്തിലാണ്. ആ കച്ചവടത്തിൽ ഒരു സീസണുണ്ട്, ആ സീസണാണ് റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നൽകാനുള്ളത് എന്താണ്? അള്ളാഹുമായിട്ടുള്ള കച്ചവടത്തിൽ നമുക്ക് നൽകാനുള്ള മുതൽ മുടക്ക് എന്താണ്? നമ്മുടെ സമയമാണ്. നമ്മുടെ സമയമാണ് നമുക്ക് അള്ളാഹുവിന് പകരം നൽകാനുള്ളത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ച് മുന്നോടിയായി റമളാനിന് മുമ്പ് തന്നെ ഒരു പ്ലാൻ നമ്മൾ ഒരുക്കിയിട്ടിരിക്കണം. ഒരു പ്രോഗ്രാം റമളാനിന് മുമ്പായി നമുക്കുണ്ടായിരിക്കണം. ഇൽമ് നേടുന്നതിനോടൊപ്പം തന്നെ, ഈമാൻ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാകേണ്ട കാര്യമാണ് അമലുസ് സാലിഹാത്ത് എന്നുള്ളത്. നമ്മൾ ഓരോ ദിവസവും നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് തേടുമ്പോൾ എന്താണ് സിറാത്തൽ മുസ്തഖീം? അതിന് വിശദീകരിക്കുന്ന ബാക്കിയുള്ള ആയത്തുകളിൽ അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞു. ആരല്ല എന്നും പറഞ്ഞു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഒന്ന് ജൂതന്മാരാണ്, രണ്ട് നസാറാക്കളാണ്. ജൂതന്മാർ ഇൽമുണ്ടായിട്ട് അമൽ ചെയ്യാത്ത ആളുകളാണ്, നസാറാക്കൾ ഇൽമില്ലാതെ അമൽ ചെയ്ത ആളുകളാണ്. അപ്പൊ അത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ എന്താകുന്നത്? യഥാർത്ഥ പാതയിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും അയച്ചവനാണ്. ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമും ഈമാനുമാണ്. ദീനുൽ ഹഖ് അത് അമലാണ് എന്ന് ഉലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തി തന്റെ കീഴിൽ തന്നെ അമീറാക്കിക്കൊണ്ട് ഒരു സമൂഹം, അതാ ഒരു നാട് മൊത്തം തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ആദ്യമായി ആളുകളോട് പറഞ്ഞ വാക്കുകളിൽ ഉദ്ധരിക്കപ്പെട്ട് കാണാം. അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട വാക്കുകൾ അഫ്ശുസ് സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അഫ്ശുസ് സലാം. വാതിഇമുത് തആം, നിങ്ങൾ ഭക്ഷിപ്പിക്കണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം. സൊല്ലു ബില്ലൈലി വന്നാസ് നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത്
നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രി നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസ്സലാം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ സുരക്ഷിതമായി നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു മുസ്ലിമീങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിമീങ്ങളുടെ കീഴിൽ ഒരു നേതാവായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നാടും വീടും വിട്ടു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്ന ആളുകളോടും അവരെ സ്വീകരിച്ച അൻസാരികളോടും എല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അപ്പോ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇനി റമദാനിൽ നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം ഒന്ന് ഒരുങ്ങേണ്ട, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം റമദാനിൽ, ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ സമയം കണ്ടെത്തണം റമദാനിൽ എന്ന് ചെയ്യാൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 7 സൽക്കർമ്മങ്ങളെയാണ് നാം ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കീഴിൽ ശാഖകളായിട്ട് ബാക്കിയുള്ള അധികവും വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, റമളാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സിയാമുഹു വ ഖിയാമുഹു. ഒന്ന് റമളാനിലെ നോമ്പും, 2 ഖിയാമും. നോമ്പ് സംശയമല്ല, ഒരു ഫാജിറായ ഒരാളാണെങ്കിൽ പോലും റമളാനിൽ അയാൾ നന്നാകും നമ്മൾ കാണുന്നതാണ്, നോമ്പ് നോൽക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നോമ്പിന്റെ പ്രതിഫലം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഐച്ഛികമായ നോമ്പിനാണ് അധികവും വന്നിട്ടുള്ളത്. കാരണം എന്താണ്? റമളാനിലെ നോമ്പ് നിർബന്ധമാണ്. അപ്പൊ ഐച്ഛികമായ ഒരു കാര്യത്തിന് ഒരു ഫضل വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ അർഹമായിട്ടുള്ളത് ഏതാണ്? നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ഐച്ഛികമായ ഒരു കാര്യം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പ്രതിഫലം എന്തിനുണ്ടാകും? നിർബന്ധമായ കാര്യത്തിനുണ്ടാവും. ഇപ്പൊ സുന്നത്തായ നിസ്കാരത്തിന് ഇന്ന പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ സദഖക്ക് ഇത്ര പ്രതിഫലമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് എങ്കിൽ നിർബന്ധ നിസ്കാരത്തിന് അതിനേക്കാൾ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. സക്കാത്ത് നൽകുന്നത് അതിനേക്കാൾ പ്രതിഫലമുണ്ട്. അപ്പോ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നോമ്പിനെ കുറിച്ച് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ ഹദീസുകളിൽ നമുക്ക് കാണാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാനിൽ നോമ്പ് നോൽക്കുന്നത് ഈമാനോടുകൂടി, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള അമലാണ് എന്ന വിശ്വാസത്തോടുകൂടി, ഇഹ്തിസാബൻ എനിക്ക് അള്ളാഹുവിൽ നിന്ന് ഈ കർമ്മത്തിന് പ്രതിഫലം ലഭിക്കണമെന്നുള്ള പ്രതിഫലേച്ഛയോടുകൂടി ആരാണോ നോമ്പ് നോൽക്കുന്നത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടായിരിക്കണം നോമ്പ് നോൽക്കേണ്ടത്. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതേപോലെ മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ രാത്രി നിന്ന് നിസ്കരിക്കുന്നവനും ഇതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ പകലിൽ നോമ്പും രാത്രിയിൽ നിസ്കാരവുമായിട്ടുള്ള കാലമാണെന്ത്? റമളാൻ എന്നുള്ളത്. പകലിൽ നോമ്പും രാത്രിയിൽ നിസ്കാരവും. അതായത് മനുഷ്യന്റെ ആ ഭൂരിഭാഗ സമയത്തും അള്ളാഹുവിനുള്ള ഇബാദത്തിലായി മുഴുകേണ്ട സമയമാണ്. ഈ 2 ഇബാദത്തുകൾക്ക് വളരെയധികം പ്രതിഫലമുണ്ട്. സലഫുകൾ ചിലർ പറഞ്ഞ വാക്ക് കാണാം, ഒരാൾ യഥാർത്ഥ ആബിദാവുകയില്ല അവനിൽ നോമ്പും നിസ്കാരവും ഇല്ലാതെ. ഉദ്ദേശം ഐച്ഛികമായ നോമ്പ് നോൽക്കുന്നവനും ഐച്ഛികമായി രാത്രി നിസ്കരിക്കുന്നവനും ആയാലല്ലാതെ ഒരാൾ ആബിദ് എന്നുള്ള പദവിയിൽ എത്തില്ല എന്ന്. അഥവാ അള്ളാഹുവിനെ ധാരാളമായി ആരാധിക്കുന്ന ഒരാളാകില്ല എന്നിട്ട് പറയുന്നുണ്ട്. കാരണം ഈ 2 ഇബാദത്തുകൾ അത് അവന്റെ രക്തത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളതാണ്. കാരണം അവന്റെ ശരീരത്തിന് മശക്കത്ത് അനുഭവിക്കുന്ന, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. നോമ്പുകാരനായിരിക്കുമ്പോൾ അവൻ ഭക്ഷണം ഒഴിവാക്കുന്നു. അവന്റെ ഭാര്യയുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ അല്ലാഹു തആല അല്ലാത്ത സമയം അനുവദനീയമാക്കിയിട്ടുള്ളത് ആ സമയത്ത് അവൻ ഒഴിവാക്കുന്നു. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. രാത്രിയിലും അതുപോലെ തന്നെ അവൻ ഇഷ്ടമുള്ള ഉറക്കം ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ തന്റെ കിടപ്പറയിൽ ഭാര്യയിൽ സുഖമായി കിടക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് ഇരുന്നിട്ടാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന് ശാരീരികമായി ലഭിക്കുന്ന സന്തോഷങ്ങളെ ഒഴിവാക്കി അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നത് കൊണ്ടാണ് ഈ 2 ഇബാദത്തുകൾക്ക് ഇത്രയും ഫضل വന്നത്. അപ്പോൾ റമളാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ചില ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ചിന്തിക്കുക, റമളാൻ അല്ലാത്തപ്പോൾ അധിക സുന്നത്തായ നോമ്പുകളൊന്നും നോൽക്കാത്ത ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു മാസത്തിൽ പോലും ഒരു സുന്നത്തായ നോമ്പ് പോലും നോൽക്കാത്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ രാത്രി നിസ്കാരം, സ്ഥിരമായി നിസ്കാരം ശീലമില്ലാത്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ റമളാനിൽ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും, രാത്രിയിൽ തറാവിഹിന് പങ്കെടുക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഇബാദത്ത് കൊണ്ട് നമ്മൾ ഒരുപാട് മാറുന്നൊരു സമയമാണ് റമളാൻ എന്നുള്ളത്. അപ്പൊ ഈ 2 ഇബാദത്തുകൾ ഈ റമളാൻ മുതലെങ്കിലും ഇത് ശീലമില്ലാത്ത, ഇതിൽ സ്ഥിരത ലഭിക്കാത്ത ആളുകളാണ് നമ്മൾ എങ്കിൽ ഇതിൽ
ഒരു സ്ഥിരത ലഭിക്കാൻ ഈ റമളാനോടുകൂടി എന്റെ ജീവിതത്തിൽ ഈ 2 ഇബാദത്തുകൾക്ക് പ്രത്യേകമായ ഒരു സമയം, ഒരു തയ്യാറെടുപ്പ് ഞാൻ കണ്ടെത്തും എന്ന നിലയ്ക്ക് റമളാനിൽ ഈ കാര്യങ്ങളെ പരിഗണിക്കണം. നോമ്പിനെയും രാത്രി നിസ്കാരത്തെയും. ഇതിനുശേഷം തുടർച്ചയായിട്ട് സുന്നത്തായ നോമ്പുകൾ തിങ്കൾ വ്യാഴം അല്ലെങ്കിൽ മാസത്തിൽ 3 ദിവസം, രാത്രി നിസ്കാരം സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ വിത്ർ മാത്രമാണെങ്കിൽ അത് തഹജ്ജുദ് ആയിക്കൊണ്ട് ഫജ്റിന് മുമ്പായിക്കൊണ്ട് തന്നെ കുറച്ച് ദീർഘമായി, ഇനി 3 റക്അത്ത് നിസ്കരിക്കുന്നവർ 5 റക്അത്ത് അല്ലെങ്കിൽ കൂട്ടി, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് 10 ആയത്തുകളാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ 20 ആയത്തുകൾ, 50 ആണെങ്കിൽ 100, അങ്ങനെ വർദ്ധിപ്പിച്ച് വരണം. അതിലൊരു മാറ്റം വരണം, ഒരു പടി മുന്നോട്ട് ഉയരണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. റമളാനിൽ സഹോദരങ്ങളെ ഈ 2 കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പിന്റെ കാര്യം പറഞ്ഞു. തറാവീഹ് നിസ്കാരം അത് ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച് മാതൃക കാണിച്ച കാര്യമാണ്. പിന്നീട് ഖുലഫാഉർ റാഷിദീങ്ങൾ അത് നടപ്പിലാക്കിയ കാര്യമാണ്. ഇസ്ലാമിക ലോകം മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉള്ള കാര്യമാണ് റമളാനിൽ ജമാഅത്തായി കൊണ്ട് തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായിട്ട് തറാവീഹ് 3 ദിവസമാണ് നിസ്കരിച്ചത്. പിന്നീട് നിർബന്ധമാകുമെന്ന് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി. അപ്പോൾ രാത്രിയിൽ ഒരു പകുതി സമയം മാത്രം, അഥവാ രാത്രിയുടെ പകുതി സമയം മാത്രം നിസ്കരിച്ചു പോയപ്പോൾ ആദ്യത്തെ ദിവസം മുഴുവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സഹാബികൾ ചോദിച്ചു, റസൂലെ കുറച്ചുകൂടി നിസ്കരിച്ചൂടെ എന്ന നിലയ്ക്ക് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്, ഇന്ന റജുല ഇദാ ഖാമ മഅൽ ഇമാം ഹത്താ യൻസരിഫ് കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ. ഒരു വ്യക്തി ഇമാമിനോടൊപ്പം ഇമാം പിരിയുന്നത് വരെ നിസ്കാരം തുടർന്ന് നിസ്കരിച്ചാൽ അവന്റെ മേലെ രാത്രി മുഴുവൻ നിസ്കരിച്ചതായിട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ട് തറാവീഹ് നിസ്കാരങ്ങൾ റമളാനിൽ നാം ഒഴിവാക്കരുത്. അത് റമളാനിന് ശേഷം ജീവിതത്തിൽ രാത്രി നിസ്കാരം തുടരാനുള്ള ഒരു പ്രേരണയായി തയ്യാറെടുപ്പായിക്കൊണ്ടുള്ള നിയ്യത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. രാത്രി നിസ്കാരം സഹോദരങ്ങളെ നമുക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഈ സുന്നത്തായ നോമ്പാവട്ടെ രാത്രി നിർബന്ധമായതിന്റെ ഫضل പറഞ്ഞു. ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനപ്പെട്ട കാര്യമാണ്. ഏറ്റവും വലിയ ആസ്വാദനത്തിൽപ്പെട്ട കാര്യമാണ്. സലഫുകൾ അത്ര മുറുകെ പിടിച്ച സലഫുകളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ സുന്നത്തായ നോമ്പും രാത്രി നിസ്കാരവും വിട്ടേച്ച് അതിനെപ്പറ്റി പരാമർശിക്കാതെ അവർ ഇബാദത്തിന്റെ ലദ്ദത്ത് പറയാറില്ല. അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തെ പറ്റി പറയാറില്ല. പല സലഫുകളും മരണസമയത്ത് അവർ വിഷമിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്ക് തണുപ്പുള്ള രാത്രിയിൽ നിന്ന് നിസ്കരിക്കാനും ചൂടുള്ള പകലുകളിൽ നോമ്പ് നോൽക്കാനും ദാഹം അനുഭവിക്കാനും സാധിക്കില്ലല്ലോ എന്നുള്ള വിഷമമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോകുന്നതിനെ പറ്റിയിട്ടല്ല അവർ വിഷമിച്ചത്. അപ്പൊ എത്രത്തോളം അവരത് ആസ്വദിച്ചിട്ടുണ്ടാകും. നോക്കൂ, ചില സലഫുകളുടെ വാക്കുകൾ കാണാം. ഹബീബ് അബൂ മുഹമ്മദ് ഹബീബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ പത്നി രാത്രിയായി കഴിഞ്ഞാൽ ഹബീബിനോട് പറയുന്ന വാക്കാണ്, ഖദ് ദഹബൽ ലൈലു വബൈന ഐദീനാ ത്വരീഖുൻ ബഈദ്. രാത്രി ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ്, രാത്രി കഴിയാനായി, നമുക്ക് പോകാനുള്ളത് വിദൂരമായ വഴിദൂരമാണ്, അഥവാ പരലോക യാത്രയെ പറ്റി. വസാദുന ഖലീൽ, നമ്മുടെ അടുക്കലുള്ള വിഭവങ്ങൾ കുറവാണ്, നമ്മൾ പരലോകത്തേക്കുള്ള വിഭവം കുറവാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കാണ്. രാത്രി ആയിക്കൊണ്ടിരിക്കുമ്പോൾ, രാത്രി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാണ്, രാത്രി ഇതാ കഴിയാനായി, നമുക്ക് പോകാനുള്ള ദൂരം ഒരുപാടുണ്ട്, നമ്മുടെ കയ്യിലുള്ള പാതേയം വിഭവം കുറവാണ്. വഖവാഫിലു സ്വാലിഹീൻ ഖദ് സാറത് ഖുദ്ദാമനാ, അതാ സ്വാലിഹീങ്ങളുടെ യാത്രാ സംഘം അഥവാ സ്വാലിഹീങ്ങൾ അവർ നമ്മെ മുന്നിട്ട് പോയിട്ടുണ്ട്. വനഹ്നു ഖദ് ബഖീന, നമ്മൾ ഇവിടെ ബാക്കിയാണ്. രാത്രി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം സലഫുകൾ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ പ്രായാധിക്യത്തിൽ പോലും അവർ കൊണ്ടു നടന്നിരുന്ന ഒരു ഇബാദത്തായിരുന്നു രാത്രി നിസ്കാരം എന്നുള്ളത്. ഇബ്നു ജുറൈജ് റഹിമഹുല്ലാ, അദ്ദേഹം അത്താ ബിൻ അബി റബാഹയെ കുറിച്ച്, മദീനയിലെ ആലിമായിരുന്ന വ്യക്തിയായിരുന്നു അത്താ ബിൻ അബി റബാഹ്, അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്, ഈ 18 വർഷത്തോളം ഞാൻ, ഇബ്നു ജുറൈജ് റഹിമഹുല്ലാ പറയാണ്, അത്തായിനോടൊപ്പം ഞാൻ സഹവസിച്ചിട്ടുണ്ട് 18 വർഷക്കാലം. വകാന ബഅദമാ കബറ വളഅഫ യഖൂമു ഇല الصلاة فيقرأ 200 آية من البقرة وهو قائم لا يزول منه شيء ولا يتحرك. പ്രായാധിക്യത്തിലെത്തി ക്ഷീണിതനായ സമയത്ത് പോലും രാത്രി ഇന്ന് നിസ്കരിച്ച് സൂറത്തുൽ ബഖറയിലെ 200 ചില്ലാനം ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഒരു നിർത്താതെ തുടർന്നുകൊണ്ട് ഒരു മാറ്റമില്ലാതെ അത് അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ട ഒരു ഇബാദത്താണ് രാത്രി നിസ്കാരം. റമളാനിൽ നമുക്കത് അല്ലാഹു തആല എളുപ്പമാക്കി തരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയും, റമളാനിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആളുകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ കഴിഞ്ഞ റമളാനുകൾ നിസ്കരിച്ചിട്ടുണ്ടാവും.
ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാകും, ക്ഷീണം വരുന്നുണ്ടാകും, വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് അല്ലെങ്കിൽ ഇടയിൽ ഉറക്കം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ നിന്നിട്ട് നമ്മൾ നിസ്കരിക്കും. നമ്മൾ ആലോചിച്ച് വെക്കുകയും ആ റമദാനിൽ അല്ലാഹു തആല അർശിന് മേലാണ്, റമദാൻ കഴിഞ്ഞാലും അല്ലാഹു തആല അർശിന് മേലാണ്. അല്ലാഹുവിനൊരു മാറ്റമില്ല. അല്ലാഹു നമ്മുടെ ഖാലിഖാണ്, ഇലാഹാണ്. ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാന സമയത്ത് ഇറങ്ങി വരുന്നുള്ളത് എല്ലാ രാത്രിയിലും ഉണ്ട്. പക്ഷെ റമദാനിൽ നമുക്ക് സാധിക്കുന്നു, എന്തുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് സാധിക്കുന്നില്ല? റമദാനിൽ ഇത്ര കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് നമ്മൾ ചെയ്യുന്നു, എന്തുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഒറ്റക്കായിരുന്നു, നമ്മുടെ കിടപ്പുമുറിയിൽ നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ ആലോചിച്ചു നോക്കണം. അപ്പോ ഇതൊരു പരിശീലനമാണ്. അപ്പൊ ആ പരിശീലനത്തിന് മുന്നോടിയായി നമ്മുടെ നിയ്യത്ത് കൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ റമളാനിന് ശേഷവും ഇത് നമ്മുടെ ശീലമാക്കി മാറ്റാൻ സാധിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ശ്രേഷ്ഠനായ അബൂദർ അൽ ഗിഫാരി, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കാണാം. സ്വല്ലു റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിവഹ്ശത്തിൽ ഖുബൂർ. ഖബറിലെ ഏകാന്തതയ്ക്ക് വേണ്ടി രാത്രിയുടെ ഇരുട്ടിൽ 2 റക്അത്തെങ്കിലും നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് കാണാം. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് കാണാം. അദ്ദേഹം തന്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ ചൂടുള്ള ചട്ടിയിലേക്ക് വല്ല ധാന്യങ്ങളും ഇട്ടതുപോലെ അസ്വസ്ഥനാകാൻ തുടങ്ങും. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പറയും, അല്ലാഹുമ്മ ഇന്ന ജഹന്നമ ലാ തദഉനി അനാമു. നരകം എന്നെ വിടുന്നില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഫയഖൂമു ഇലാ മുസല്ലാഹ്, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നരകത്തിനെ കുറിച്ചുള്ള ചിന്ത, പരലോകത്തിനെ കുറിച്ചുള്ള ചിന്ത രാത്രി നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകിയിരുന്നു. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ധാരാളം ആളുകൾ ഇതുപോലെ വാക്കുകൾ പറഞ്ഞത് കാണാം. അബൂ റവാദ് റഹിമഹുല്ല, അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം കിടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിരിപ്പൊന്ന് തടവി നോക്കി, വിരിപ്പൊന്ന് തൊട്ടു നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അലിയനക്ക്, എന്തൊരു പതുപതുത്ത നേർമയാർന്നതാണ് നീ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? വലാകിൻ ഫിറാഷുൽ ജന്ന അലിയനു മിൻക്. പക്ഷേ നരകത്തിലെ വിരിപ്പ് എന്നുള്ളത് നിന്നേക്കാൾ മൃദുലമായിട്ട്, സ്വർഗത്തിലെ വിരിപ്പ് എന്നുള്ളത് നിന്നേക്കാൾ പതുപതുത്ത ഏറ്റവും നൈർമല്യമുള്ള ഒന്നാണെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പരലോകത്തെക്കുറിച്ചുള്ള ദൃഢത നമുക്കുണ്ടോ അത്രത്തോളം നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോ നാളെ നമ്മുടെ കച്ചവടം ചെയ്യുന്ന ആളുകളാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, നാളെ നമുക്കൊരു യാത്രയുണ്ട്. അത് രാത്രിയിൽ 1 മണിക്കാണ് ആരംഭിക്കുക. ആ യാത്ര ഞാൻ പോയിട്ടില്ല എങ്കിൽ എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ കച്ചവടത്തിലെ ലാഭം എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നാം ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നമ്മുടെ ഉറക്കം ഉണ്ടാവുക? ആ സമയത്തേക്ക് എഴുന്നേൽക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് ഉറങ്ങാൻ സാധിക്കൂല. ഉറങ്ങിപ്പോയാൽ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നാം അശ്രദ്ധമാകുന്നുണ്ട് എങ്കിൽ അത് നമ്മെ പരലോകത്തെ തൊട്ട് അശ്രദ്ധമാക്കിയതുകൊണ്ടാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം മുൻഗാമികളെ പറ്റി അഥവാ സഹാബികളെയും സലഫുസ് സാലിഹീങ്ങളെയും പറ്റി പറയാണ്, അദ്റക്തു അഖ്വാമൻ യസ്തഹ്യൂന മിനല്ലാഹ് ഫീ സവാദി ഹാദൽ ലൈൽ മിൻ തൂലിൽ ഹജ. ഈ രാത്രിയുടെ ഇരുട്ടിൽ സുദീർഘമായി ഉറങ്ങുന്ന ആളുകളെ, ഉറങ്ങുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് ലജ്ജ കാണിച്ച ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അഥവാ രാത്രി ഒരു ഇബാദത്തുമില്ലാതെ ഉറക്കം മാത്രമാകുന്നതിൽ ലജ്ജ കാണിച്ചിട്ടുള്ളവർ. ഇന്നമാ ഹുവ അലൽ ജംബ്, അവരിനി കിടക്കാൻ അങ്ങനെ ഒന്നുമില്ലാതെ ഉറങ്ങാനായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഉറങ്ങിപ്പോയി വിചാരിക്കുക. ഫൈദാ തഹറക, അവർ ഉറക്കത്തിലെങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ പറയും സ്വന്തത്തിനോട്, ലൈസ ഹാദാലക്, സ്വന്തത്തിനോട് പറയും ഇത് നിനക്കുള്ളതല്ല, ഇങ്ങനെ ഉറങ്ങുക എന്നുള്ളത് നിനക്കുള്ളതല്ല. ഖൂമി ഖുദി ഹബ്ബക മിനൽ ആഖിറ, നീ എഴുന്നേൽക്ക്, പരലോകത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ ഓഹരി നീ നേടാൻ നോക്ക് എന്ന് പറയാറുണ്ട്. ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള സഹാബികളുടെ പാത പിൻപറ്റുന്ന, സലഫുകളുടെ പാത പിൻപറ്റുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു വാക്ക് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാ. അബൂ മുസ്ലിം അൽ ഖൗലാനി സലഫുകളിൽ വളരെ അള്ളാഹുവിന്റെ വലിയ കറാമത്തുകൾ സംഭവിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അത് വലിയ ആബിദായിരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹം രാത്രി നിന്ന് നിസ്കരിക്കും. നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉറക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും മടിയോ ഒക്കെ തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്ത് അദ്ദേഹം സ്വന്തത്തിനോട് പറയും, അയബുന്നു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയസ്ബഖൂന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ വിചാരിച്ചിട്ടുണ്ടാകുമോ അവർ ഞങ്ങളെ മുൻകടന്നിട്ടുണ്ട് എന്ന്? അഥവാ എല്ലാം കൊണ്ട് മുൻകടന്നു എന്നുള്ളത്
എന്നിട്ട് അദ്ദേഹം പറയും വല്ലാഹി ല ഉസാഹിമുഹും അലൈഹി, തീർച്ച ഈ രാത്രി നിസ്കാരത്തിൽ ഞാൻ അവരോട് മത്സരിക്കുക തന്നെ ചെയ്യും. ഹത്താ യഅലമു അന്നകും ഖലഫു ബഅദഹും റിജാലൻ, അവർ അറിയുന്നത് വരെ, അവർ മനസ്സിലാക്കുന്നവരെ അവരിവിടെ വിട്ടേച്ചു പോയിട്ടുള്ള പിൻഗാമികൾ പുരുഷന്മാരാണ്, അഥവാ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നവരെ ഞാൻ അവരോട് മത്സരിക്കും എന്ന് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹിമഹുല്ലാഹ് പറയാം. അപ്പൊ സലഫുകളോടാണ് നമ്മുടെ മത്സരം ഉണ്ടാവേണ്ടത്. നമ്മുടെ ദീനിൽ, നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ ഇൽമിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ നമ്മുടെ മത്സരം ആരോടാ? നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളോടാവരുത്. നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളോടായാൽ നമ്മൾ പിന്നെയും സലഫുകളിൽ നിന്ന് പിന്നോട്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ മത്സരിക്കേണ്ടത് സലഫുകളോടായിരിക്കണം. അപ്പോ റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ നോമ്പ് നമുക്ക് ഒരു സംശയമില്ലാത്ത നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി റമളാനിൽ നോൽക്കുന്നതാണ്. ഐച്ഛികമായ നോമ്പുകൾ നോൽക്കാനുള്ള ഉദ്ദേശം ഉണ്ടാകണം. റമളാനിലെ തറാവിഹ് നിസ്കാരങ്ങൾ നമുക്ക് ഖിയാമുൽ ലൈലുകൾ അതിനുശേഷവും രാത്രി നിസ്കരിക്കാൻ എനിക്ക് സാധിക്കും എന്ന നിലക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. റമളാന് ശേഷം നന്നാകാൻ വേണ്ടിയുള്ള നിയ്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ റമളാന് ശേഷം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിയ്യത്തിലായിരിക്കണം റമളാനിലെ രാത്രി നിസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒരുങ്ങേണ്ട, നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട, നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം അദ്ദുആ, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, ദുആ ചെയ്യുക എന്നുള്ളതാണ്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, റമളാനിന്റെ മറ്റൊരു പേരാണ് ഷഹ്റുദ്ദുആ എന്നുള്ളത്. ദുആഇന്റെ മാസമാണ്. റമളാൻ എന്നുള്ളതും നോമ്പുകാരൻ എന്നുള്ളതും ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. എന്താണ് അതിനുള്ള തെളിവ്? എന്താണ് അതിന്റെ ഉലമാക്കൾ തെളിവ് കണ്ടുപിടിച്ചത്? എന്തുകൊണ്ടാണ് റമളാൻ ഷഹ്റുദ്ദുആ ആയത്? വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റമളാനിലെ മസ്അലകൾ, റമളാനിനെ പറ്റി പരാമർശിക്കുന്ന ഒരു ഭാഗമുള്ളൂ, നോമ്പിനെ പറ്റി പരാമർശിക്കുന്ന ആ മസ്അലകളെല്ലാം ഒരു ഭാഗത്ത് ഒരുമിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ല. നോമ്പിനെയും റമളാനെയും പറ്റിയിട്ട് ഈ ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. റമളാന്റെ അഹ്കാമുകൾ, നോമ്പിന്റെ അഹ്കാമുകൾ. ഏതാണ് ആ ഭാഗം? സൂറത്തുൽ ബഖറയിലെ 185, 86 മുതലുള്ള ആ ആയത്തുകളാണ്. 87 ആയത്തുകളാണ്. 185ന്റെ 86, 87 ആയത്തുകളാണ്. 85ാമത്തെ ആയത്താണ് നമുക്കറിയുന്ന ഷഹ്റു റമളാൻ ലദി ഉൻസില, അത് പറഞ്ഞു. 87ാമത്തെ ആയത്തിൽ ഉഹില്ല ലക്കുമുൽ ലൈലത്തു സിയാം, റമളാനിലെ രാത്രിയിൽ നിങ്ങൾക്ക് ഭാര്യാഭർത്തൃ ബന്ധം അനുവദനീയമാണ്, അഹ്കാമുകൾ പറയാണ്. എന്നാൽ അതിന്റെ ഇടയിൽ 186ാമത്തെ ആയത്തിൽ റമളാനുമായി പ്രത്യക്ഷമായി ഒരു ബന്ധവുമില്ലാത്ത, റമളാനുമായി പ്രത്യക്ഷമായി ആ രണ്ടാളുകൾ കളിക്കുകയാണ്. ഇൽമിന്റെ സദസ്സിന് ഒരു അദബുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ പുറത്തു പോയിരിക്കാം, പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കണം. സൂറത്തുൽ ബഖറയിലെ 186ാമത്തെ ആയത്തിൽ റമളാനുമായി പ്രത്യക്ഷമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് പരാമർശിക്കുന്നത്. എന്താണ് പറയുന്നത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബൂ ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെക്കുറിച്ച് നിന്നോട് അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്തുണ്ട്. സാധാരണ സഅലക എന്നുള്ള വാക്കിന് ശേഷം ഖുർആനിൽ വേറെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുൽ കുൽ എന്ന് പറഞ്ഞ ജവാബ് പറയാ. നബിയെ പറഞ്ഞു കൊടുക്കുക അവർക്ക്. അവർ എന്തിനെ പറ്റി ചോദിക്കുന്നു, അവർ ഇന്ന കാര്യത്തിനെ പറ്റി ചോദിക്കുന്നു, കുൽ നബിയെ പറഞ്ഞു കൊടുക്ക് എന്ന നിലക്കാണ് ഖുർആനിൽ ഉണ്ടാവുക. പക്ഷെ ദുആഇന്റെ സമയത്ത് ഫഇന്നി ഖരീബ്. ഇവിടെ പറഞ്ഞത് ഈ ആയത്ത് റമളാനിന്റെ അഹ്കാമുകൾ, നോമ്പിന്റെ അഹ്കാമുകൾ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളത് എന്തിനുള്ള തെളിവാണ്? റമളാൻ എന്നുള്ളത് ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ അഹ്കാമുകൾ പറയുന്നതിന്റെ ഇടയിൽ ഇത് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ ഇതിന് തൊട്ട് തെളിവെടുത്ത് കാണാം. ഇനി നോമ്പുകാരനായിരിക്കെ എന്നുള്ളത് ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് എന്നുള്ള ഹദീസിൽ കാണാം. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 കൂട്ടർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ദുആ അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, വസ്സായിമു ഹീന യുഫ്തിറു, ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത്, വദഅവത്തുൽ മദ്ലൂമി യർഫഉഹാ ഫൗഖൽ ഗമാമി വതുഫത്തഹു ലഹാ അബ്വാബുസ് സമാ, ഈ മദ്ലൂം ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന ഈ 3 കൂട്ടർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും, പ്രത്യേകിച്ച് അവസാനത്തെ ആളുടെ വയഖൂലു റബ്ബ്, അല്ലാഹു പറയും വഇസ്സതി ലഅൻസുറന്നക വലൗ ബഅദ ഹീനിൻ, തീർച്ചയായും ദുൽമ ചെയ്യപ്പെട്ടവനോട് പറയും തീർച്ചയായും നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. ഇവിടെ നമ്മുടെ വിഷയം നോമ്പുകാരന്റെ ദുആ എന്നുള്ളത്
പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ന് വന്നിട്ടുണ്ട്, നോമ്പുകാരനായിരിക്കുമ്പോൾ മുഴുവൻ സമയത്തെന്ന് വന്നിട്ടുണ്ട്. ഉത്തരം ചെയ്യപ്പെടുന്ന ദുആ ആണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സഹീഹ് ജാമിഉൽ അൽബാനി സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. വലില്ലാഹി ഉതഖാഉ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ. റമളാനിനെ പറ്റി പറയുന്നിടത്ത് പറയാണ്, റമളാനിലെ എല്ലാ ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ട്? നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട്, മോചിക്കപ്പെടുന്ന ആളുകളുണ്ട്. അതിനോടൊപ്പം പറഞ്ഞു, ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബത്തുൻ. അതിലോരോ അടിമക്കും ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു ദുആഉമുണ്ട്. ഓരോ അടിമക്കും ഉത്തരം ചെയ്യപ്പെടുന്ന ദുആഉമുണ്ട്. ആ എഴുതുന്നത് ദർസിന് ശേഷം മതിയാവും. പിന്നെ എന്ത് ലിസ്റ്റ് എഴുതാണെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഓരോ ദിവസത്തിലും ആ ദുആഇന് ഉത്തരം, അവരുടെ ദുആ ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാഅ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. ഓരോ നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നരകത്തിൽ മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോ നോമ്പ് എന്നുള്ളത് ദുആന് ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ വന്നത് ഉലമാക്കൾ പറഞ്ഞു. ഷറഫു സമാനും വന്നു, ഷറഫുൽ ഹാലും വന്നു. ഷറഫുൽ സമാൻ എന്താ? റമളാനാണ് എന്നുള്ളത്. ഷറഫുൽ ഹാൽ എന്താ? നോമ്പുകാരനാണ് എന്നുള്ളത്. ഈ രണ്ട് കാരണം കൊണ്ടും ഒരാളുടെ ദുആഇന് ഉത്തരം ചെയ്യപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഈ ലോകത്ത്. എല്ലാം ലഭിച്ചിട്ടുള്ള ആളാണെങ്കിലും അവന് ആവശ്യങ്ങളുണ്ടാവും. ഒരാൾക്ക് ഏറ്റവും സമ്പന്നനാണ് വിചാരിക്കുക, ഏറ്റവും സൗന്ദര്യമുള്ള ഭാര്യയുണ്ട് വിചാരിക്കുക, ഏറ്റവും നല്ല മക്കളുണ്ട് വിചാരിക്കുക, എല്ലാം ഉണ്ടെങ്കിലും അവനടുത്തൊരാവശ്യം ഉണ്ടാകും. ഒരാവശ്യമില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവൂല. ഇവിടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ യാതൊരു സബബുമില്ലാതെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഒരു കാര്യകാരണവുമില്ലാതെ നമ്മുടെ ഒരാവശ്യം നടത്തിത്തരാൻ അല്ലാഹു അല്ലാതെ ഒരാൾക്കും സാധിക്കൂല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് എപ്പോഴും നമ്മൾ ആവശ്യക്കാരനാണ്. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് ദുആ ആണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ, സ്ത്രീകൾക്ക് ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും, വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഉപ്പിടാനില്ല എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. ഉപ്പ് വീട്ടിലെ സാധനങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞതായിട്ട് കാണുന്ന കാര്യമായിരിക്കും. കുറച്ച് ഉപ്പെടുത്ത് കുട്ടികൾ വെറുതെ കളഞ്ഞാലും നമുക്ക് എന്തുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. എന്ത് കാര്യം ജീവിതത്തിലുണ്ടെങ്കിലും ആദ്യത്തെ തേട്ടം അല്ലാഹുവിനോടായിരിക്കണം. ഇപ്പൊ നമ്മൾ എല്ലാ സൗകര്യമുണ്ട്. നമ്മുടെ കുട്ടിക്ക് പെട്ടെന്ന് രോഗം വന്നു, അല്ലെങ്കിൽ ഒരു അപകടം പറ്റി, നമുക്ക് വാഹനമുണ്ട്, പണമുണ്ട്, അപ്പുറത്ത് ആശുപത്രി ഉണ്ട്, അവിടെ ഡോക്ടർ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താണ്? ആദ്യത്തെ സബബ് എന്താണ്? ആദ്യത്തെ കാരണം നമ്മൾ ആശ്രയിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാഹനം ഉണ്ട്, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടാവും, ആശുപത്രി ഡോക്ടർ വന്നിട്ട് പറയണം ഒന്നും ചെയ്യാനില്ല, ഞാൻ അള്ളാഹിനോട് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിനോട് പറയാൻ തുടങ്ങുക. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ആദ്യത്തെ കാരണം നമ്മുടെ അള്ളാഹു ആയിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിനോടൊപ്പമുള്ള കാര്യങ്ങൾ, അതിനുശേഷമേ നമ്മുടെ കൽബിൽ സ്ഥാനം ഉണ്ടാകാൻ പാടുള്ളൂ. അതിനാണ് ദുആ എന്ന് പറയുന്നത്. അപ്പൊ ദുആ മുറുകെ പിടിക്കണം. നേരത്തെ രാത്രി നിസ്കാരം പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ടതായിരുന്നു, വിട്ടുപോയി. രാത്രി നിസ്കാരത്തിന്റെ ഫضലുകൾ പറഞ്ഞല്ലോ. അപ്പൊ ജമാഅത്ത് നിസ്കാരങ്ങൾ, നിർബന്ധ നിസ്കാരങ്ങൾ അതിനേക്കാൾ പ്രാധാന്യമുണ്ട്. അതായത് സലഫുകൾ ദീനിൽ പൊതുവായിട്ടുള്ള കായികയാണ്, ഒരു കാര്യത്തിൽ ഫർളായ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ സുന്നത്തായതിന് പ്രതിഫലം ലഭിക്കൂല. ഒരാൾ ഫജ്ർ നിസ്കരിക്കുന്നില്ല, രാത്രി മുഴുവൻ നിസ്കരിച്ചു, ആ രാത്രി നിസ്കാരത്തിന് പ്രതിഫലമില്ല. ഒരാൾ റമളാനിൽ നോമ്പ് വെക്കുന്നില്ല, സുന്നത്തായ ബാക്കിയുള്ള നോമ്പൊക്കെ നോറ്റു, അയാൾക്ക് പ്രതിഫലമില്ല. ഫർള് ചെയ്താലേ സുന്നത്തിന് പ്രതിഫലം ഉണ്ടാവുള്ളൂ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാത്തിനേക്കാളും ഫضൽ നിർബന്ധമായ കാര്യങ്ങൾക്കാണ്. അപ്പൊ നിർബന്ധ നിസ്കാരങ്ങൾ റമളാനിൽ പ്രത്യേകിച്ചും ജമാഅത്തായി കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ബാക്കിയുള്ളപ്പോഴും വേണം, റമളാനിൽ പ്രത്യേകിച്ച്. ഒന്നാമത്തെ സ്വഫ് നമ്മൾ ശ്രദ്ധിക്കണം, അതെനിക്ക് കിട്ടണം എന്നുള്ള ഒരു വാശി നമുക്ക് ഉണ്ടായിരിക്കണം. ഇമാമിനോട് ഏറ്റവും അടുത്ത സ്ഥലം കിട്ടണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഇമാമിനോട് അടുത്ത സ്ഥലം അത് വലതു ഭാഗമാകാൻ ശ്രമിക്കണം. അഥവാ എത്തിയത് കൊണ്ട് നമ്മൾ എത്തിയിട്ട് ഇടതു ഭാഗമാണെങ്കിൽ അടുത്ത സ്ഥാനത്താണ് പ്രാധാന്യം. അങ്ങനെ എത്രത്തോളം മുന്നിലെത്താൻ പറ്റുമോ അത്രത്തോളം ഒരു തീരുമാനം എടുക്കുക. ഈ റമളാനിൽ ഒരു ജമാഅത്ത് പോലും എനിക്കതിന്റെ തുടക്കം മുതൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ പോലെ 40 ദിവസം ഒരാൾക്ക് ജമാഅത്ത് അതിന്റെ ആരംഭം മുതൽ കിട്ടുകയാണെങ്കിൽ അവൻ നിഫാഖിൽ നിന്നും അതുപോലെ നരകത്തിൽ നിന്നും മോചിതനാണ് എന്നുള്ള ഹദീസുകൾ കാണാം. നിഫാഖാണെന്നതിന്റെ ഓർമ്മ, നരകവും ചില റിവായത്തിൽ വന്നിട്ടുണ്ടാവും.
അല്ലാഹു അലൈഹി ഒരു സംശയമുണ്ട്, എന്നാലും നിഫാഖിൽ നിന്ന് അവന് മോചിതനാണ് എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. 40 ദിവസം ജമാഅത്ത് ആദ്യം മുതൽ കിട്ടണം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ആ ജമാഅത്ത് കിട്ടുന്ന അവസ്ഥ. അപ്പൊ റമദാനിൽ ഒരു നിസ്കാരവും ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ഒന്നാമത്തെ സഫിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായ റവാത്തിബ് സുന്നത്തുകൾ കിട്ടി എല്ലാം കൃത്യമായ നിലക്ക് നിസ്കാരം ഞാൻ മുറുകെ പിടിക്കും എന്നൊരു ഉദ്ദേശം നമുക്കുണ്ടായിരിക്കണം. ഇനി ദുആഇനോട് പറഞ്ഞപ്പോൾ തന്നെ ദുആഇന്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കണം ദിക്റുകൾ, അദ്കാറുകൾ നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ ഫജ്റിന് ശേഷമുള്ള അദ്കാറുകൾ, അസറിന് ശേഷമുള്ള അദ്കാറുകൾ, നിസ്കാര ശേഷമുള്ള അദ്കാറുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള അദ്കാറുകൾ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അദ്കാറുകൾ, ടോയ്ലറ്റ് പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഡ്രസ് മാറ്റുമ്പോൾ, അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അദ്കാറുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അദ്കാറിൽ അധികവും ദുആ ആണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വാബിലുസ് സയ്യിബ് എന്ന കിതാബിൽ ചർച്ച കാണാം, ദുആ ആണോ ദിക്റാണോ ഏറ്റവും അഫ്ളലുള്ളത്. അദ്ദേഹം ദിക്റിന്റെ ഫദ്ല് പറയുന്നതോടെ തന്നെ ദിക്റിനെ തർജീഹ് ചെയ്ത് പറയുന്നുണ്ട്. ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായം. എന്തായാലും ദുആ ആവശ്യമാണ്, പക്ഷേ ദിക്ർ വളരെ ഫദ്ലുള്ള കാര്യമാണ് ദുആഇനെ പോലെ തന്നെ. അപ്പൊ ദുആഇന്റെ മാസത്തിൽ ഈ ദിക്റുകൾ കൃത്യമായിരിക്കും. ഫജ്റിന് ശേഷമുള്ള ദിക്റുകൾ കൃത്യമായി ചൊല്ലുന്നുണ്ട്, അസറിന് ശേഷം കൃത്യമായി ചൊല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഇപ്പോൾ നമ്മൾ തയ്യാറെടുക്കണം. നമ്മൾ മനസ്സിലൊരു പ്ലാൻ വേണം, ഇന്നാലിന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോ ദുആ ശ്രദ്ധിക്കുക, അദ്കാർ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നോമ്പിനെ പറ്റി പറഞ്ഞു, അത് ഇനിയും തുടരണം എന്നുള്ള നിയത്തിൽ. തറാവിഹ് നിസ്കാരം, അതുപോലെ രാത്രി നിസ്കാരം, ഖിയാമുൽ ലൈൽ, അതിനെപ്പറ്റി പറഞ്ഞു. ദുആഇനെ പറ്റി പറഞ്ഞു, അതോടൊപ്പം അദ്കാറുകളെ പറ്റിയും പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അൽ ജൂദു വഖിറാഅത്തുൽ ഖുർആൻ, അങ്ങേയറ്റം ഔദാര്യം ചൊരിയാൻ സാധിക്കുക. ജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഔദാര്യം ചൊരിയുക അഥവാ ദാനധർമ്മങ്ങൾ നൽകുക എന്ന നിലക്ക്. പിന്നെ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം എന്നും പറയാം. അതിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെയധികം ജൂദുള്ള ആളായിരുന്നു, അഥവാ അങ്ങേയറ്റം ഔദാര്യങ്ങൾ ചൊരിയാറുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി, ഏറ്റവും അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുടുംബത്തിനെല്ലാം ഒരു വർഷത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് തഹ്ത സൈഫാണ്, അഥവാ യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുമാന മാർഗമായിട്ട് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഗനീമത്ത് സ്വത്തിൽ നിന്ന് 5 തിരിച്ച് അതിലൊരു ഓഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടും. ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി വെക്കാറുണ്ട്. അവിടുത്തെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ അതെല്ലാം ഒരുക്കി വെക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദ് കാരണത്താൽ, ഔദാര്യം കാരണത്താൽ ഒരു വർഷം തികയാതെ തന്നെ എന്താകും, അത് തീർന്നു പോകാറുണ്ട്. സാധുക്കൾക്ക് നൽകിയിട്ട്, പത്തിമാരും അങ്ങനെയായിരുന്നു, നൽകിയിട്ട് അത് തീർന്നു പോകാറുള്ള അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, വകാന അജ്വദ മാ യകൂനു ഫി റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ, ഏറ്റവും ഔദാര്യം ചൊരിഞ്ഞിരുന്നത് റമളാനിലായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുമ്പോൾ. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിലെ എല്ലാ രാത്രിയിലും വകാന യൽഖാഹു ഫി കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ ഫലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിൻ അർരീഹിൽ മുർസല, ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക. അഥവാ അതുവരെ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ പൂർണ്ണമായിട്ട് ആർക്ക് പാരായണം ചെയ്തു കൊടുക്കും? ജിബ്രീൽ അലൈഹിസ്സലാം പാരായണം ചെയ്തു കൊടുക്കും, മുറാജ നടത്തും. അപ്പോ ആ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ദാനധർമ്മം ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഉപമ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മിനർരീഹിൽ മുർസല, അയക്കപ്പെട്ട, അത് മുത്തലക്ക, മുർസല പറഞ്ഞാൽ നിരുപാധികം അങ്ങനെ അടിച്ചു വീശുന്ന കാറ്റ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ദാനധർമ്മം നൽകാറുണ്ടായിരുന്നു. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് ഫത്ഹുൽ ബാരിൽ പറയുന്നുണ്ട്, വലി അന്ന റീഹ ഖദ് തസ്കുനു, ഇവിടെ റീഹുൽ മുർസല എന്ന് പറയാനുള്ള കാരണം സാധാരണ കാറ്റ് കുറച്ചു കഴിഞ്ഞാൽ എന്താകും, അവിടെ നിൽക്കും. കാറ്റ് ചെറിയ കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. വഫീഹി ഇഹ്തിറാസ് ലിഅന്ന റീഹ മിൻഹൽ അഖീമു الضار ومنها المبشرة بالخير ووصفها بالمرسل ليعين الثانية. മുർസല എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അത് തുടർന്ന് പോകുന്ന രീതിയിൽ അത് തുടർന്നേ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫരീഹുൽ മുർസല തസ്തമിറു മുദ്ദത ഇർസാലിഹാ, ആ മുർസലായ റീഹ് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമയം വരെ അതിങ്ങനെ തുടർന്ന് വീശിക്കൊണ്ടേയിരിക്കുന്നതാണ്. വകദാ കാന അമലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാൻ ദീമതൻ ലാ യൻഖതിഹ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ അമല് സ്ഥിരമായി തുടർന്നുകൊണ്ടേയിരിക്കും എന്നതായിരുന്നു, മുറിഞ്ഞു പോകാതെ. അപ്പൊ അവിടുന്ന് ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള അവസരമാണ് സഹോദരങ്ങളെ
റമളാൻ എന്നുള്ളത്. എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ റമളാനിൽ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഏറ്റവും അറിവുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് ഏറ്റവും അറിവുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏറ്റവും മാതൃക പിൻപറ്റേണ്ടത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, നമ്മളത് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഒരു തരി ഒരംശം എന്റെ കച്ചവട ബുദ്ധി, എന്റെ വിദ്യാഭ്യാസം, എന്റെ അറിവ്, എന്റെ കഴിവ്, എന്റെ യോഗ്യത എന്ന് എപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ കഴിവല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. നമുക്കൊരു വിദ്യാഭ്യാസം കൊണ്ടാണ് ജോലി കിട്ടിയത് എങ്കിൽ നമ്മെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ഒരക്ഷരം പഠിക്കാൻ ബുദ്ധിപരമായ കഴിവില്ലാതെ, സാമ്പത്തികമായ കഴിവില്ലാതെ സാധിക്കാതെ പോയ എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. ഇനി അതല്ല, കച്ചവടത്തിലാണെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന സാധനം വാങ്ങണമെന്ന് മറ്റേ ആളുടെ കയ്യിൽ കൽബിൽ തോന്നിപ്പിച്ചിട്ടുള്ളത് ആരാണ്? അള്ളാഹുവാണ്. വേറെയും സാധനങ്ങളോട് വാങ്ങാൻ കിട്ടും. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് മാലുല്ലാഹ്, അള്ളാഹുവിന്റേതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, മാലില്ല, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിങ്ങൾ നൽകുക എന്നുള്ള പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്ത് നൽകാനല്ല, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടുത്തെ നമ്മുടെ സമ്പത്തൊക്കെ കടമാണ്, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. നമ്മുടെ ബന്ധങ്ങളെല്ലാം അതിഥികളാണ്, അവർ നമ്മെ വിട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയ ഒരു കാര്യമാണ് അള്ളാഹു പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ ചെലവഴിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയും പല ആളുകളും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അനന്തരാവകാശ നിയമങ്ങൾ, മീറാസിന്റെ നിയമങ്ങളിൽ ഇസ്ലാമിൽ അങ്ങനെ ശരിയല്ല, അങ്ങനെ ശരിയല്ല, പെൺമക്കൾക്ക് കൊടുക്കുന്നില്ല, അങ്ങനെ പലരും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇവിടെ അതിന് മറുപടി പറയുമ്പോഴൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ സമ്പത്ത് പറഞ്ഞതിന്റെ യഥാർത്ഥ അധികാരി ആരാണ്? അള്ളാഹുവാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് ആരുടെയാണ്? അള്ളാഹിന്റെയാണ്. അള്ളാഹ് പറഞ്ഞ പോലെ കൊടുക്കുക. അവൻ ജനിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇന്ന് നമുക്ക് വീടുണ്ട്, വാഹനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ബാങ്കിൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ എന്താ ഉണ്ടെന്ന്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചു പോകും. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊക്കെ തന്നാരാ? അള്ളാഹുവാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അധികാരി ആരാ? അള്ളാഹുവാണ്. അള്ളാഹു പറയാതെ ആർക്ക് കൊടുക്കണമെന്ന്. പെൺമക്കൾ മാത്രമല്ലെങ്കിൽ അവർക്ക് ഇത്ര കൊടുത്താൽ മതി, ഇത്ര ബാക്കിയുള്ളവർക്ക് കൊടുക്കണം പറഞ്ഞാൽ കൊടുക്കണം. അത് കൊടുത്തേ പറ്റുള്ളൂ. അതിന്റെ ഹിക്മത്ത് ഇന്നതാണെന്ന് പറഞ്ഞാലും ഇപ്പൊ പെൺമക്കൾക്ക് മാത്രമാണെങ്കിൽ അത് ആ മരിച്ച ആളുടെ സഹോദരന്മാർക്ക് കൊടുക്കണം. അതിന്റെ ഹിക്മത്ത് ചോദിച്ചാൽ ആ സഹോദരന്മാര് പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ്, അവരെ വലിയ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ നോക്കിയോ ഇല്ലോ എന്നുള്ളതല്ല, കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. കാരണം ആ സമ്പത്ത് അള്ളാഹുവിന്റേതാണ്. അതാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അള്ളാഹു തആല നമുക്ക് നൽകിയ സമ്പത്ത്, ഇപ്പൊ നമ്മൾ പറയട്ടെ, നമ്മൾ കുറെ സമ്പത്ത് ഉണ്ടാക്കി, നമ്മുടെ സ്വന്തം ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്നില്ല, കൊടുക്കാതിരിക്കാൻ പറ്റൂല. കാരണം നമ്മുടെ മേലെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരാൾക്ക് സമ്പത്തും എല്ലാ കാര്യങ്ങളും ഉണ്ടായാലും തീരുമാനിക്കുകയാണ്, ഞാനിത് എനിക്കൊന്നിനും ഉപയോഗിക്കുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പറ്റുമോ? ഇല്ല. നീ ഭക്ഷണം കഴിക്കണം. അത് അള്ളാഹ് പറഞ്ഞതാണ് നീ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോ അങ്ങനെ മനസ്സിലാക്കണം കാര്യത്തെ. ഒരാൾക്ക് എന്റെ കയ്യിൽ പണമുണ്ട്, എന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, ഞാൻ അത് കഴിക്കുന്നില്ല തീരുമാനിച്ചു കഴിഞ്ഞാലോ അങ്ങനെ മരിച്ചവൻ നരകത്തിലാണ്. അവന്റെ മേലെ കുറ്റമുണ്ട്. നരകത്തിലാ ഉദ്ദേശിച്ച് ശിക്ഷ ലഭിക്കാനുള്ള കുറ്റമുണ്ട് അവന്റെ മേലെ. അത് അവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ആര് പറഞ്ഞിട്ടാ? അള്ളാഹു പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ വേറൊരാൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതോ അതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകൾ സദഖയുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 1-2 മാത്രം ഓർമ്മിപ്പിക്കാം. റമളാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ തയ്യിബ് വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്. ഒരാളുമില്ല അവൻ ഹലാലായ രീതിയിൽ സമ്പാദിച്ചിട്ടുള്ള സമ്പത്ത്, അത് ആ തൊയ്യിബായ വിശിഷ്ടമായ സമ്പത്ത്, അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതിൽ നിന്ന് അവന് സദഖ കൊടുക്കുകയാണെങ്കിൽ ഇല്ല അഖദഹ അർറഹ്മാനു ബിയമീനിഹി, റഹ്മാനായ അല്ലാഹു തആല അവന്റെ വലത് കരത്തിൽ അത് സ്വീകരിക്കാതെ. നമ്മളൊരു സദഖ കൊടുക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് വെക്കുന്ന കയ്യിനേക്കാൾ അത് വാങ്ങുന്നത് റഹ്മാനായ റബ്ബാണ് എന്നുള്ള ബോധം വേണം. റഹ്മാനായ റബ്ബ്, സദഖയായിട്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന അനുസരിച്ച് അത് അല്ലാഹു തആല അവന്റെ വലത് കരത്തിൽ അല്ലാഹു തആല അത് വാങ്ങും. വഇൻ കാന തംറതൻ, അതൊരു ഈത്തപ്പഴമാണെങ്കിലും ഫതർബു ഫീ കഫിർ റഹ്മാൻ ഹത്താ തകൂന അഅ്മ മിനൽ ജബൽ, അത് റഹ്മാനായ റബ്ബിന്റെ കയ്യിൽ ഒരു പർവ്വതത്തിനേക്കാൾ വലുതാവുന്ന രീതിയിൽ അള്ളാഹു അത് വളർന്നു വരും. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു വ ഫസീലഹു, നിങ്ങളിൽ ഒരാൾ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നവരെ. മൃഗങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മൃഗമാണ് കുതിര എന്ന് പറയാം.
ഏറ്റവും ഉത്തമമായിട്ടുള്ള മൃഗം, യജമാനോട് ഏറ്റവും കൂറ് കാണിക്കുന്നതും, അതുപോലെ തന്നെ വല്ല ആദിയാത്ത് വബഹ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. യജമാനോട് വല്ലാത്ത കൂറ് കാണിക്കുന്നതും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള വളരെ നല്ല ജീവിയാണ് കുതിര. ആ കുതിരക്കുട്ടികൾ പ്രത്യേകിച്ച് അറബികൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ പരിചരിച്ച് വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. അതുപോലെ അതിന്റെ വളർച്ച വളരെ ശ്രദ്ധയോടുകൂടി അവർ നോക്കും. അത് വളരെ വിലപ്പെട്ട ജീവിയായിരുന്നു. അപ്പൊ അതിനെ വളർത്തി നിങ്ങൾ കൊണ്ടുവരുന്നത് പോലെ ആ കൊടുത്തത് ചെറുതാണെങ്കിലും അല്ലാഹു തആല അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പോ സദഖ നൽകുക എന്നുള്ളത് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരാൾ തീരുമാനിക്കുക, അതായത് ചില ആളുകൾ വിചാരിക്കും ഇത് എന്റെ പണമാണല്ലോ, അതുകൊണ്ട് പിന്നെ സദഖ നൽകേണ്ട ആവശ്യം എന്താ, ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ എല്ലാം ഒന്ന് സദഖ കൊടുക്കുകയാണ്, അതിന് ചെയ്യാൻ പറ്റുമോ? ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ അള്ളാഹ് സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഴുവനായിട്ടാണ് കൊടുക്കുകയാണ് എന്ന നിലക്ക് സ്വന്തം കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും ഒന്നും കൊടുക്കാതെ മുഴുവനായിട്ടാണ് ചെലവഴിക്കുക, അല്ലെങ്കിൽ മരണസമയത്ത് മുഴുവനായിട്ട് ഞാൻ വസിയത്ത് ചെയ്യാണ് പൊതുവെ ആൾക്ക് പറ്റുമോ? പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്താണ് വസിയത്ത് ചെയ്യാൻ 1/3 അനുവാദം കൊടുത്തിട്ടുള്ളൂ. അല്ലാത്തത് അന്തരാവകാശികൾക്ക് നിർബന്ധമായി കൊടുത്തിരിക്കണം. അപ്പോ കൊടുക്കാൻ തോന്നിയതുപോലെ കൊടുക്കാനും പറ്റൂല, കൊടുക്കാതിരിക്കാൻ നമ്മുടെ കയ്യിലുള്ളതല്ല, അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഖുദ്സിയായ ഹദീസിൽ, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, എ മനുഷ്യ, അൻഫിഖ് ഉൻഫിഖ് അലൈക്, നീ ചെലവഴിക്കുക, നിന്റെ മേലെ ചെലവഴിക്കപ്പെടും, നിന്റെ മേലെ ചെലവഴിക്കപ്പെടും. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണം, നിനക്ക് ലഭിക്കണം, നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ കിട്ടണം എന്നാണ് നീ മനസ്സിലാക്കുന്നതെങ്കിൽ, ചിന്തിക്കുന്നതെങ്കിൽ നീ ചെലവഴിക്കണം. ചില ആളുകൾക്ക് ഉള്ളൊരു ധാരണ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സമ്പത്തുണ്ടെങ്കിലല്ലേ എനിക്കൊരു രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ചില ആളുകളെ സംസാരത്തിൽ കാണാം, അവന് എന്തോ ഒരു ഉദാഹരണം പറയട്ടോ, നമ്മൾ സാധാരണ സംസാരത്തിൽ അവന് ക്യാൻസർ വന്നു, ഇന്ന സ്ഥലത്ത് പോയിട്ട് വിദേശത്ത് പോയിട്ട് ചികിത്സിക്കാൻ ഇത്ര ലക്ഷം രൂപയായി, അവന്റെ കയ്യിൽ നല്ല ജോലിയും നല്ല പൈസയും ഉണ്ടായതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റി. ഇതാരോടാ പറയുന്നത്? അത്ര പണമൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കയ്യിൽ കുറെ കാലം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ആ പണമൊക്കെ ചികിത്സിക്കാൻ കൊടുത്തതാണോ ധന്യത എന്ന് പറയുന്നത്? അതല്ല ഒരു രോഗവും ഇല്ലാതെ ഉള്ളത് കൊണ്ട് സമാധാനമായി ജീവിക്കുന്നതാണോ ധന്യത എന്നുള്ളത്? അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ പണം വേണമല്ലോ, അപ്പൊ അത് ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് കിട്ടുള്ളൂ. നമ്മുടെ ചിന്തയാണ് മാറ്റേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് രോഗം തരുന്ന അള്ളയാണല്ലോ, ആ രോഗം തരാതിരിക്കാൻ അള്ളാഹ്ക്ക് വേണ്ട കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യേണ്ടത്. ഈ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാര്യങ്ങളാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാകുന്നത് എന്നുള്ള ബോധം വേണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാവേണ്ടത്, നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ഒരു മുഅ്മിനിന്റെ അടയാളമാണത്. അപ്പോ സ്വതക്ക നൽകുന്നതിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഏത് കാര്യവും പോലെ തന്നെ എല്ലാം നൽകി കുടുംബത്തിനൊന്നുമില്ലാതെ വിട്ടേച്ച് പോകണം, അതല്ല. ഒന്നും നൽകാതെ പിശുക്ക് പിടിക്കല്ല. ഓരോന്നിന്റെയും സമയത്ത് അതിന്റേതായ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേലെ ചെലവഴിക്കും. ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കൽ ഒരു വ്യക്തി ഒരു പ്രദേശത്തുകൂടെ നടക്കുമ്പോൾ ആ മേഘങ്ങളിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇന്നാളിന്നാളുടെ തോട്ടത്തിലേക്ക് നീ മഴ പെയ്യിക്കുക എന്നുള്ളത്. അങ്ങനെ ഇയാളിങ്ങനെ നോക്കിയപ്പോ ആ മേഘം ഒരു സ്ഥലത്ത് മഴ പെയ്തു. ആ മഴ പെയ്ത് നോക്കിയപ്പോ ആ വെള്ളമെല്ലാം കൂടി പോകുന്നത് ഒരേ വഴിയിലൂടെയാണ്. അപ്പൊ ഈ കേട്ട വ്യക്തി ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി. കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ഈ ഒഴുകി വരുന്ന വെള്ളം അയാളുടെ തോട്ടത്തിലേക്ക് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോ ഈ അന്വേഷിച്ചു വന്ന വ്യക്തി അയാളുടെ തോട്ടത്തിൽ കൃഷിയിലേക്ക് ഇങ്ങനെ ആക്കുന്നുണ്ട്. അന്വേഷിച്ചു വന്ന വ്യക്തി ഇയാളോട് ചോദിച്ചു, യാ അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമേ, മസ്മുക്, എന്താണ് നിന്റെ പേര്? അയാൾ പേര് വന്നപ്പോ ഇയാൾക്ക് അത്ഭുതമായി. ആ മേഘത്തുനിന്ന് കേട്ട അതേ പേരാ പറഞ്ഞത്. അപ്പോ ഇയാൾ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്, എന്താ ചെയ്യാറ് ചോദിച്ചു. അതിന്റെ കൃഷിയിലേക്ക്. അപ്പൊ ഇതുകൊണ്ട് എന്താ ചെയ്യാറ്? എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഞാൻ 3 തിരിക്കും. ഒന്ന് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും, മറ്റൊന്ന് എന്റെ ചെലവിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കും, മൂന്നാമത്തെ ഒന്ന് ഞാൻ സാധുക്കൾക്ക് സ്വതക്ക കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ടു മേഘത്തുനിന്ന് ഇങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആകാശലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. ഇവിടെ ഇയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം എവിടുന്നോ ഒഴുകി വരുന്ന വെള്ളം ഇയാളുടെ തോട്ടത്തിലാക്കിയെന്നുള്ളൂ. പക്ഷെ ആ വെള്ളം ആ തോട്ടത്തിലേക്ക് ഇയാൾക്ക് കോരിയെടുക്കാൻ മാത്രം ഒഴുകി എത്തിച്ചത് ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മേഘത്തിനോട് ഇന്ന സ്ഥലത്ത് പെയ്യിപ്പിച്ച ആ വെള്ളം ഇന്ന ഭാഗത്ത് കൂടി ഒഴുകി അവിടെ എത്തണം എന്നുള്ള കൽപ്പന എന്തിന്റെ പേരിലാണ്? അയാൾ മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുത്തുകൊണ്ടാണ്. സ്വതുകൊണ്ടാണ് നമുക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ ആകാശഭൂമികൾ നമ്മെ സഹായിക്കുന്ന രീതിയിൽ അല്ലാഹു തആല ആക്കിത്തരും. കല്ലും പർവ്വതങ്ങളും ആകാശവും കടലും ഭൂമിയും ഇതിനൊക്കെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠം പഠിപ്പിച്ചിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തവർക്ക് ഇവയെല്ലാം മാറിക്കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെറിയ കാര്യമായിട്ട് മനസ്സിലാക്കരുത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ മാർഗ്ഗമാണ് സദഖ എന്നുള്ളത്. ഒരു ഹദീസിൽ കാണാം, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ ഹദീസ് പറയുന്ന സന്ദർഭം എന്താ? വലത്തും ഇടത്തും മുന്നിലൊക്കെ നരകം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ സദഖ കൊണ്ട് ചിലപ്പോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മൾ ഇതിനോട് ചേർന്ന് പറഞ്ഞ കാര്യമാണ് ഖിറാഅത്തുൽ ഖുർആൻ. റമളാനിലെ ഇബാദത്തുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സംശയമില്ല, റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മാസമാണ്. അതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റെന്തിനേക്കാളും ഖുർആൻ പാരായണത്തിൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ്. എന്തിനേക്കാളും ഖുർആൻ പാരായണത്തിൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ്. ലതായിഫുൽ മആരിഫ് എന്ന ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളാഹി കിതാബിൽ, അല്ലെ ആ കിതാബിന്റെ പ്രത്യേകത ഓരോ മാസവും എടുത്തു പറഞ്ഞു. ഇപ്പോ മുഹറം, സഫർ, റബീഉൽ അവ്വൽ അങ്ങനെ ഓരോ മാസം എടുത്തു പറഞ്ഞ് ആ മാസത്തിൽ ഇസ്ലാമിൽ വരുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട അമലുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേക ദിവസങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേക കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കിതാബാണ് ലതായിഫുൽ മആരിഫ്. ഓരോ മാസത്തിലെ പ്രത്യേകമായി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കിതാബ്. അതിൽ റമളാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഖുർആൻ പാരായണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങളാണ്, റമളാനിൽ സലഫുകൾ ഖുർആൻ പാരായണത്തെ, ഖുർആന്റെ ഫദ്ലും മറ്റെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കേട്ടു, ഖുർആൻ പാരായണത്തെ വളരെയധികം ഗൗരവത്തിലെടുത്തിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്, ഓരോ ദിവസവും ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്തു തീർക്കുമായിരുന്നു, ഖതം തീർക്കുമായിരുന്നു. അദ്ദേഹം ഖുർആനുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് വഫാത്താകുമ്പോൾ പോലും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് രക്തം ചീന്തിയിട്ട് അദ്ദേഹത്തിന്റെ മുസ്ഹഫിലേക്കാണ് അത് വീണത്. ആ രക്തത്തുള്ളി ആദ്യം വീണത് മുസ്ഹഫിലേക്കാണെന്ന് കാണാം. അതുപോലെ തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു ഹദീസ് റിവായത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. വളരെയധികം ഖുർആനുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓതാറുണ്ടായിരുന്നു. സലഫുകൾ ചിലർ 3 ദിവസത്തിൽ ഖതം തീർത്തവർ കാണാം, 7 ദിവസത്തിൽ തീർത്തവർ കാണാം, അങ്ങനെ 10 ദിവസത്തിൽ തീർത്തത് കാണാം. അതുപോലെ തന്നെ ധാരാളം തീർത്ത് കാണാം. ഇമാം ഷാഫിഈ റഹിമഹുള്ളയെ പറ്റി, അദ്ദേഹത്തെ പറ്റി പറയുന്നത് കാണാം, 60 തവണ അദ്ദേഹം റമളാനിൽ ഖതം തീർക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ധാരാളമായി അത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് എത്രയാണ് കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് നടക്കാത്തവരാണ്. ഒന്ന് അവരുടെ കറാമത്തായിരിക്കാം, 2 ഇത് തൗഫീഖാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോ ചില മനസ്സിലാവാൻ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ചില പലചരക്ക് കടയിൽ ബില്ലടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കുറെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഒരു കാൽക്കുലേറ്റർ ഉണ്ടാവും, കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ ആയിരിക്കും അത്. അങ്ങനെ എത്ര വലിയ ലിസ്റ്റൊക്കെ അവരതിലേക്ക് നോക്കുന്നില്ല, ഇങ്ങനെ അടിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്ന നമ്പർ ശരിയാണോ അവരടിക്കുന്നത്, എന്നത് ശരിയാണോ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ കറക്റ്റ് ആയിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ 30-40 വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവർക്ക് ഒരു വലിയ ലിസ്റ്റ് കൊടുത്താലും ഒരു തുടക്കക്കാരനായ ഒരാള് ചിലപ്പോ അത് ഇരുന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്താവും ചെയ്തു തീർക്കും. അപ്പൊ ഒരു കാര്യം എത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു മനുഷ്യന് ആ കാര്യം എളുപ്പമാകാൻ സമയം കുറയാൻ കാരണമാകും. പുറമെ അള്ളാഹുവിന്റെ തൗഫീഖും ഒരു കറാമത്തുകൾ ലഭിക്കും. അപ്പൊ ഖുർആൻ എത്രത്തോളം ഖുർആനായിട്ട് ബന്ധമുണ്ടോ, പാരായണം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളതിനെ ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആരംഭിക്കുമ്പോൾ ദിവസത്തിൽ 1 പേജ് ഓതി തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു ജുസ് ആവുന്നത് എളുപ്പമായിരിക്കും. ചിലപ്പോൾ 2-3 ജുസുകൾ നമ്മൾ എളുപ്പത്തിൽ ഓതി തീർക്കും. അപ്പോ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോ ഇതൊന്നും അസംഭവ്യമായിട്ടുള്ള കാര്യമല്ല, നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഉലമാക്കൾ, സലഫുകൾ പ്രത്യേകം ഖുർആനു വേണ്ടി സമയം കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ ഹദീസിന്റെ പണ്ഡിതന്മാർ അവർ റമളാനിൽ ഹദീസുകൾ മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിലേക്ക് കൂടുതൽ, ഹദീസ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പഠിപ്പിക്കുന്നതിൽ നിന്ന് ആ സമയം കൂടി ഖുർആൻ പാരായണത്തിലേക്ക് മുഴുകാറുണ്ടായിരുന്നു. ഇബ്നു അബ്ദുൽ ഹക്കം അദ്ദേഹം പറയുന്നത് കാണാം, കാന മാലിക് ഇദാ ദഖല റമളാൻ, മാലിക് ഇബ്നു അനസ് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അറിയപ്പെട്ട, ഇദാ ദഖല റമളാൻ തറക ഖിറാഅത്തുൽ ഹദീസ് വ മുജാലസത്തി അഹ്ലിൽ ഇൽം, അദ്ദേഹം റമളാൻ ആയി കഴിഞ്ഞാൽ ഖുർആൻ ഹദീസിന്റെ പഠിപ്പിക്കലും അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളൊക്കെ മാറ്റിവെച്ച് വഖ്ബല അലാ തിലാവത്തിൽ ഖുർആൻ മിനൽ മുസ്ഹഫ്, മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി അതിൽ മുഴുകുമായിരുന്നു. ഇപ്പൊ ഖുർആൻ പാരായണം പലപ്പോഴും അവർക്ക് ഹിഫ്ളുള്ള ആളുകളാണ്. പക്ഷെ ഹിഫ്ള് എന്ന് ഓതുന്നതാണോ മുസ്ഹഫ് എന്ന് ഓതുന്നതാണോ അഫ്വൽ എന്നുള്ള ചർച്ചയാണ്. പക്ഷെ മുസ്ഹഫിൽ ഓതലാണ് കൂടുതൽ അഫ്വൽ. കാരണം ഹിഫ്ള് മുറാജയ്ക്കല്ലാതെ, പഠിക്കാനല്ലാതെ നമ്മൾ ഒരു അമലായിക്കൊണ്ട് ഓതുമല്ലോ, അതിൽ ഏറ്റവും അഫ്വൽ ഹിഫ്ളുള്ള ആളുകളാണെങ്കിൽ മുസ്ഹഫിൽ ഓതലാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇന്ന് കാലത്ത് അധികരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈൽ നോക്കി ഖുർആൻ ഓതുക എന്നുള്ളത്. തെറ്റൊന്നുമല്ല, പക്ഷെ നല്ലത് മുസ്ഹഫ് തന്നെയാണ്. മുസ്ഹഫ് നോക്കി ഓതുക എന്നുള്ളതാണ് ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യം. പ്രതിഫലം കുറേ ഒന്നുമില്ല കേട്ടോ, പക്ഷെ ഒരു ഹൈറായിട്ടുള്ള കാര്യം അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം.
അപ്പൊ മുസ്ഹഫിൽ നിന്ന് നോക്കി ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ സുഫ്യാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദാത്ത് വഅഖ്ബല അലാ തിലാവത്തിൽ ഖുർആൻ. ബാക്കിയുള്ള ഐച്ഛികമായ ഇബാദത്തുകൾക്കുള്ള സമയം മാറ്റിവെച്ച് അത് ഒഴിവാക്കി ആ സമയം കൂടി എന്തിൽ മുഴുകുമായിരുന്നു? ഖുർആൻ പാരായണത്തിൽ മുഴുകാറുണ്ടായിരുന്നു. വകാന അസ്സുഹരി ഇമാം അസ്സുഹരി റഹിമഹുല്ലാഹ് ഇദാ ദഖല റമളാൻ യഫിറു മിനൽ ഹദീസ് വമുജാലസതി അഹ്ലിൽ ഇൽം വയഖ്ബലു അലാ തിലാവത്തിൽ ഖുർആൻ മിനൽ മുസ്ഹഫ്. ഇമാം അസ്സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം റമളാൻ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൽമിന്റെ സദസ്സിൽ നിന്നും ബാക്കിയുള്ള നിന്നൊക്കെ മാറി നിന്ന് ഖുർആൻ പാരായണത്തിലേക്ക് മുഴുകാറുണ്ടായിരുന്നു. ഇൽമിന്റെ സദസ്സ് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന ആളുകളാട്ടോ, അവർ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇൽമിന്റെ സദസ്സ് റമളാനിൽ പങ്കെടുക്കുന്ന നല്ല കാര്യമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരം ഉണ്ടാവുന്ന കാര്യമാണ്, ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ അവർ അധിക സമയം പഠിപ്പിക്കുന്ന ആളുകളാണ്. അവർ അതിൽ നിന്ന് മാറുന്ന ഖുർആൻ പാരായണത്തിൽ മുഴുകാറുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഖുർആനുമായിട്ടുള്ള ബന്ധം ഈ വളരെയധികം അധികരിപ്പിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ എന്താണോ നമുക്ക് സാധിക്കുക, എത്രയാണോ കഴിയുക അതിനനുസരിച്ച് വർദ്ധിപ്പിക്കുക. ശീലമില്ലാത്ത ആളുകൾ കുറച്ച് കുറച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് അത് ശീലമാക്കുക. പിന്നെ കുറെ പാരായണം ചെയ്യണോ, തദബ്ബുറോടുകൂടി പാരായണം ചെയ്യണോ, അതൊക്കെ എല്ലാം ഖൈർ തന്നെയാണ്, അഫ്ളൽ തന്നെയാണ്. പക്ഷെ റമളാനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഖുർആന്റെ തിലാവത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം തർക്കുൽ ഗീബത്തി വന്നമീമത്തി വൽ മആസി. റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ റമളാനിൽ ചെയ്യേണ്ട കർമ്മങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗീബത്തുകൾ, നമീമത്തുകൾ, പാപങ്ങൾ എന്നിവ ഒഴിവാക്കുക എന്നുള്ളത്. ഇവിടെ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൽക്കർമ്മം അമലുസ് സാലിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യൽ മാത്രമല്ല, പാപങ്ങൾ തെറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതും എന്തിലെണ്ണപ്പെടും? അമലുസ് സാലിഹാത്തായിട്ട് എണ്ണപ്പെടും. ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം ഒരുങ്ങി വന്നു, സാഹചര്യം ഒരുങ്ങി വന്നു, നഫ്സ് അതിന് നല്ല തേട്ടം വന്നു, നഫ്സിന്റെ തേട്ടമൊക്കെ വന്നു. ആ സമയത്ത് ആ തെറ്റ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് എന്താണ്? അത് സൽക്കർമ്മമാണ്. അപ്പൊ ഏത് സമയത്തും അത് നമ്മൾ ശ്രദ്ധിക്കണം. റമളാനിൽ പ്രത്യേകിച്ചും പാപങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നോമ്പിനെ അത് ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ മോശപ്പെട്ട സംസാരങ്ങൾ, കളവ്, അതുപോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം പെട്ടു. കളവ്, ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, ഏഷണി, അങ്ങനെയുള്ള എന്ത് സംസാരങ്ങളാവട്ടെ, അതെല്ലാം, പ്രവർത്തനങ്ങളാവട്ടെ, അതെല്ലാം പെട്ടു. അതൊന്നും ഒഴിവാക്കാതെ ഒരാൾ നോമ്പ് നോൽക്കുന്ന ആ നോമ്പ് അള്ളാഹുവിനൊരാവശ്യമില്ല, അള്ളാഹ്ക്കത് ഒരാവശ്യമില്ല. സലഫുകൾ പറയാറുണ്ട്, നോമ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഭക്ഷണം ഒഴിവാക്കലാണ്. നോമ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഭക്ഷണം ഒഴിവാക്കലാണ്. കാരണം ഭക്ഷണം ഒഴിവാക്കൽ എല്ലാവരും നോമ്പ് കൊണ്ട് കണ്ടിട്ടുള്ളത്. അവരെല്ലാം ശരീരം മൊത്തം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാം, നോമ്പുകാരനാണെങ്കിൽ നിന്റെ കേൾവിയും കാഴ്ചയും നിന്റെ അവയവങ്ങളും എല്ലാം നോമ്പുകാരനായിരിക്കണം. നോമ്പില്ലാത്ത ദിവസവും നോമ്പുള്ള ദിവസവും നിനക്ക് ഒരുപോലെയാകാൻ പാടില്ല. അപ്പോ എല്ലാം കൊണ്ടും ആ നോമ്പുണ്ടാകുമ്പോഴാണ് നമ്മുടെ നോമ്പ് ഏറ്റവും പരിപൂർണമായി തീരുന്നത്. അപ്പൊ ഇതുപോലുള്ള സംസാരങ്ങൾ സൂക്ഷിക്കുക, സംസാരം കുറയ്ക്കുക, ദിക്റുകൾ മുഴുകുക, ദുആ മുഴുകുക, ഖുർആൻ പാരായണം മുഴുകുക. അതുപോലെ തന്നെ ഹറാമുകൾ, അത് കാണുന്നത്, കേൾക്കുന്നത്, അതിന്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ വളരെയധികം നമുക്കൊരു പരീക്ഷണമായി വന്നിട്ടുള്ള കാര്യമാണ് ഈ മൊബൈലും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ എല്ലാം. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. എന്നാൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം പരീക്ഷണമായിട്ടുള്ള അവസ്ഥയാണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോ അതിൽ ഷെറുകൾ കാണാനിടയാകുന്ന, കേൾക്കാനിടയാകുന്ന, അങ്ങനെ നമ്മുടെ അവയവങ്ങൾക്ക് ബാധിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ അകറ്റി നിർത്താൻ അതിനെ ഒന്നെങ്കിൽ സമയം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഖൈറിന് മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. അങ്ങനെ അതിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ അപകടം വരും. എപ്പോഴും വരും, റമളാനിൽ പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാവുക. അതുകൊണ്ട് റമളാൻ എന്നുള്ളത് നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുള്ള, നമുക്ക് അഡിക്ഷൻ സംഭവിച്ചിട്ടുള്ള ഒരു തെറ്റിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ, അത് അവസാനിപ്പിക്കാൻ, അത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് റമളാൻ എന്നുള്ളത്. പല ആളുകൾക്കും ഏതെങ്കിലും ചില തിന്മകളോട് ഒഴിവാക്കാൻ പറ്റാത്ത താല്പര്യമായി മുഴുകി പോകുന്നുണ്ടാവും. അതിനെ ഒഴിവാക്കാൻ, നിർത്താൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം പോലെ തന്നെ, തുടങ്ങാനുള്ള സമയം പോലെ തന്നെ അതിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമളാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ അവസരം ഉപയോഗിക്കുക. ചില ആളുകൾക്ക്
പുകവലി പോലെയുള്ളത്, ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ചില ആളുകൾക്ക് മോശപ്പെട്ട കൂട്ടുകൾ ഒഴിവാക്കാനുള്ള ഒരു അവസരമാണ്. കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും മോശപ്പെട്ട കൂട്ടുകെട്ടുകളെ നമുക്കറിയാം, പക്ഷെ ചെറുപ്പം മുതൽ എന്റെ ഒപ്പം പഠിച്ചവരാണ്, അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഇതെങ്ങനെ ഒഴിവാക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. റമദാൻ അതൊരു അവസരമായിട്ട് എടുത്താൽ മതി. റമദാനിൽ അധിക സമയവും മസ്ജിദുകളിലും മറ്റുള്ള ആളുകളുമായിട്ടും കൂട്ടുകൂടിയിട്ടും മാറിയിട്ടൊക്കെ മോശപ്പെട്ട കൂട്ടുകൾ ഒഴിവാക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിനും തെറ്റുകളിൽ നിന്ന് മാറാനുള്ള അവസരമായി എടുക്കുക. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തേത് നോമ്പും രാത്രി നിസ്കാരത്തെയും പറ്റി പറഞ്ഞു. രണ്ടാമത്തേത് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? നമ്മൾ ദുആഇനെ പറ്റി പറഞ്ഞു. മൂന്നാമത്തേത് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് ജൂദ് വ ഖിറാഅത്തുൽ ഖുർആൻ, സദഖ നൽകുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അഞ്ചാമത്തേത്, നാലാമത്തേതല്ല നേരത്തെ പറഞ്ഞത്, നാലാമത്തെ തർക്കുൽ ഗീബ വൻ നമീമ വൽ മആസി, നാലാമത്തേത് അത് പറഞ്ഞു. അഞ്ചാമത്തേത് ഇത്ആമുത് തആം, ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, ഭക്ഷണം നൽകുക എന്നുള്ളത്. ഭക്ഷണം നൽകുക എന്നുള്ളത് ഹുസ്നുൽ ഇസ്ലാം, ഇസ്ലാമിലെ ഏറ്റവും ഖൈറുൽ ഇസ്ലാം എന്നുള്ള രീതിയിലൊക്കെ വന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഭക്ഷണം നൽകുക, ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും സാധുക്കൾക്ക്, ഭക്ഷണം ലഭിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്, ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുക. പണം നൽകുന്നതിനേക്കാൾ ഒരു പക്ഷേ ഫضല് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം നൽകുക, ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. സാധുക്കൾക്ക് ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്കല്ലാതെയും ഭക്ഷിപ്പിക്കുന്നത് വളരെ ഫضലുള്ള കാര്യമാണ്. ഇമാം സുഹരി റഹിമഹുല്ലാഹ് പോലെയുള്ളവർ റമദാൻ ആയി കഴിഞ്ഞാൽ ഇന്നമാ ഹുവ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം എന്ന് പറയാറുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണവും ആളുകളെ ഭക്ഷിപ്പിക്കലുമാണ്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ റമദാനിൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ റമദാനിൽ കൂടുതൽ ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തും, ഇബാദത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തും. അപ്പൊ അവർക്ക് ഉപജീവനം തേടുന്ന അവരുടെ ജോലികളിൽ നിന്ന് എന്താവും? കുറക്കും. അതായത് ഇപ്പൊ ഒരു കച്ചവടം ഉള്ള ആളുകളാണെങ്കിൽ റമദാനിൽ അവരുടെ കച്ചവടത്തിന്റെ സമയം ഒന്നുകൂടി കുറച്ച് ആ സമയം കൂടി എന്തിൽ ചെയ്യും? ഇബാദത്തിൽ മുഴുകും. അന്ന് കാലത്ത് കച്ചവടത്തിന്റെ രീതി, ഇന്ന് കാലത്ത് ഒരു ഫിക്സഡ് ടൈം ജോലി അതൊന്നും അങ്ങനത്തെ അല്ല. അന്ന് കാലത്തെ കച്ചവടത്തിന്റെ സമയത്ത് അവരുടെ കച്ചവടത്തിന്റെ സമയം കുറക്കും, ജോലിയുടെ സമയം കുറക്കും, അവരെന്ത് ചെയ്യും? കൂടുതൽ ഇബാദത്തിൽ മുഴുകും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ചെലവുകൾക്ക്, ഭക്ഷണ ആവശ്യങ്ങൾക്ക് എന്തുണ്ടാവില്ല? വരുമാനം കുറയും. അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ, അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുള്ളവർ, അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുള്ളവർ ഇത് ചെലവഴിക്കുന്നത് മുഖേന, ഭക്ഷിപ്പിക്കുന്നത് മുഖേന, ഭക്ഷണ സാധനങ്ങൾ നൽകുന്നത് മുഖേന എന്തുണ്ടാകും? അവരുടെ വീട്ടുകളിൽ അവർ നോമ്പ് തുറന്നത് കഴിക്കാനുമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഭക്ഷണ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ വലിയ അനുഗ്രഹമാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാ ഷെയ്ഖൊന്നും ഓർമ്മയില്ല, അദ്ദേഹത്തിനോട് ഫത്വ ചോദിക്കപ്പെട്ടത് പറഞ്ഞിട്ട് അദ്ദേഹം കരയുന്ന ഒരു വീഡിയോ കണ്ട ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനോട് സുഡാനിൽ നിന്നോ അതോ മറ്റേത് നാട്ടിൽ നിന്ന് ചോദിച്ച കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, നിയ്യത്ത് കൊണ്ട് മാത്രം നോമ്പ് കൊൽക്കാനും നോമ്പ് കുറിക്കാനും പറ്റുമെന്നാ. അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ് തുറക്കാനും ഭക്ഷണമില്ല. അപ്പൊ നിയ്യത്ത് കൊണ്ട് മാത്രം നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും പറ്റുമോ? കാരണം അത്രയും ദാരിദ്ര്യമായിട്ട് പോലും നോമ്പ് കൊൽക്കുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചു. നമുക്ക് ഭക്ഷണം അധികമാണ്, അൽഹംദുലില്ലാഹ് അള്ളാഹു നൽകിയതാണ്, അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കിട്ടാത്ത ആളുകളെക്കാൾ എന്ത് നന്ദിയാണ് നമ്മൾ കൂടുതൽ കാണിച്ചത് എന്ന് അള്ളാഹുവിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള, പരലോകത്തെ ഭയപ്പെടുന്നവരുടെ അടയാളമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് കാണാം. സൂറത്തുൽ ഇൻസാനിൽ കാണാം, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഈ ആയത്ത് വളരെ മനോഹരമായിട്ടുള്ള, ഇസ്ലാമിന്റെ വളരെ മഹാസിനായിട്ടുള്ള ആയത്താണ്. ഓരോ വാക്കും ഞാൻ പറയാം. വയുത്ഇമൂന അത്അം, അവർ ഭക്ഷിപ്പിക്കുന്നു, ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുന്നു. അലാ ഹുബ്ബിഹി, അതിനോടുള്ള ഇഷ്ടം ഉണ്ടായിട്ട്, അതിനോട് ഭക്ഷണത്തിനോടുള്ള ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ മറ്റുള്ള ആളുകളെ അവർ ഭക്ഷിപ്പിക്കുന്നു. മിസ്കീനൻ, മിസ്കീനുകളെ അഥവാ ബന്ദികളായിട്ട് സാധുക്കളായിട്ടുള്ള ആളുകൾ. വയതീമൻ, അനാഥരായിട്ടുള്ള ആളുകൾ. വഅസീറൻ, ബന്ദികളായിട്ടുള്ള ആളുകൾ. ഇപ്പൊ യുദ്ധത്തിനോ മറ്റോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ബന്ധിതരായിട്ടുള്ള ആളുകൾ, അവരുടെ മേലെയും ഭക്ഷിപ്പിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കി, ഒന്ന് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ ആവശ്യക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലുള്ള ആളുകൾ. ഇപ്പൊ ബന്ധിതരായിട്ടുള്ള ഒരാൾക്ക് എന്ത് കിട്ടൂല? അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്ക് ഭക്ഷണം കിട്ടാറില്ല, പക്ഷെ അവർക്ക് ഭക്ഷണം ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ബന്ധിതരായിട്ട്, യുദ്ധം കഴിഞ്ഞ് ബന്ധിയായിട്ട് നിൽക്കുമ്പോൾ ആളുകൾ പലരും അന്ന് നബിസ്വല്ലല്ലാഹു കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കാണ്ടായ കാരണം അവരെ എത്ര നല്ല രീതിയിൽ നോക്കി എന്നുള്ളതാണ്.
സ്വന്തം വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ഈ ബന്ധികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടമുണ്ടായിട്ടും അള്ളാഹുവിന് വേണ്ടി ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്. എന്നിട്ട് അവർ പറഞ്ഞ വാക്കെന്താ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അവർ പറയുന്ന വാക്ക്, ഞങ്ങൾ ഭക്ഷിപ്പിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു നന്ദിയുടെ ഒരു വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറ. ഞങ്ങൾ ഭയപ്പെടുന്നു, മുഖം ചുളിച്ചു പോകുന്ന ഭയപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ദിവസത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അല്ലാഹു തആല അവരെ സംരക്ഷിച്ചു, ആ ഷർറായ ദിവസത്തിൽ സംരക്ഷിച്ചു. ഏറ്റവും നല്ല സന്തോഷവും അവർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാൻ, ഭക്ഷണ സാധനങ്ങൾ നൽകാൻ അവർ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഇബാദത്തിൽ മുഴുകുമ്പോൾ അവർ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ലഭിക്കണം. അപ്പോൾ ഉള്ളവർ നൽകുക. ഇനി അതിൽപ്പെട്ട ഒരു കാര്യമാണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. അത് വളരെ ഫضലുള്ള കാര്യമാണ്. അത് സുന്നത്തായ നോമ്പാവട്ടെ ഫർളായ നോമ്പാവട്ടെ. സലഫുകളുടെ കാലത്ത് ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ചില അസറുകളിൽ കാണാം, ചിലർ നോമ്പ് നോൽക്കും, സുന്നത്തായ നോമ്പ് നോൽക്കും. എന്നിട്ട് കൂട്ടുകാരുടെ അടുക്കൽ പറയും നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹമുള്ളവരാരാന്നുള്ളത്. എന്നിട്ട് ആ കൂട്ടുകാര് അവരവരുള്ളതൊക്കെ ഒരുമിപ്പിച്ചിട്ട് ഇവരെ നോമ്പ് ഉറപ്പിക്കും. അപ്പൊ ഈ നോമ്പ് നോൽക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഇവര് എന്റെ നോമ്പ് അറിയണമെന്നാണോ? അല്ല, നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അവർക്ക് കൂടി കിട്ടണം. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈ. ഒരു നോമ്പ് തുറപ്പിക്കുന്ന ആൾക്ക് നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം ഉണ്ടാകും, ഇവനൊന്നും കുറയൂല. അപ്പൊ അത് സലഫുകൾ ചിലർ അമലാക്കിയത് ഇങ്ങനെയായിരുന്നു. എന്റെ സുഹൃത്തുക്കൾക്ക് എന്ത് വേണം? നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടണം. അവർ നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ അവർ നോമ്പ് തുറപ്പിക്കാൻ അവസരം അവർക്ക് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കും. അവരുടെ നിയത്തിനോട് മനസ്സിലാക്കുന്നില്ല. എനിക്ക് നോമ്പുകാരനാണ് നോമ്പ് ഉറപ്പിക്കാണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ചിലർ വിചാരിക്കും ഇവനെന്താ ഇങ്ങനെ ആയിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഇപ്പൊ പണം ഉണ്ടാവും, പണം ഇല്ലായിട്ടാവൂല. അവൻ നല്ല സൗകര്യം ഉണ്ടാവും, ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉണ്ടാവും. പക്ഷേ സലഫുകൾ ചിലർ ഇത് അമലാക്കിയത്, നമുക്ക് പലരും സലഫുകൾ ചില കാര്യങ്ങൾ അമലാക്കിയത് നമുക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവൂല. ഇപ്പോ സലാം വ്യാപിപ്പിക്കുന്ന അമല്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ദിവസം രാവിലെ അങ്ങാടിയിലൊന്ന് പോയിട്ട് വരും. ഒരാവശ്യം ഉണ്ടാവില്ല, എന്തിനാ പോണ്? സലാം പറയാൻ പോയതാണ്. വേറെ ആയത്തുണ്ട് സൂറത്തു നൂറില്, ആയത്ത് എനിക്ക് ഓർമ്മയില്ല, ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയിട്ട് ആ വീട്ടില് പോയിട്ട് കതക് തുറക്കാൻ പറഞ്ഞു. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു ഇർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർജിഉ, നിങ്ങൾ തിരിച്ചു പോവുക. അതാലിക അസ്കാലഹും, അസ്കാലക്കും ലഹും, നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, നല്ലത് അതാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മളൊരു വീട്ടിൽ പോയി കുറെ ദൂരെ യാത്ര ചെയ്ത് ഒരാൾ വീട്ടിൽ പോവാണ്. അയാൾ പറയാണ് എനിക്കിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ തുറക്കാൻ വയ്ക്കില്ല, നീ തിരിച്ചു വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താവണം? കൽബിലൊരു പ്രശ്നമില്ലാതെ നമ്മൾ എന്ത് വേണം? സന്തോഷത്തോടുകൂടി തിരിച്ചു വരണതാണ്. ഇത് കേട്ടിട്ട് ചില സലഫുകൾ അത് അമലാക്കാൻ നോക്കിയത്, സഹാബികളുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്, അമലാക്കാൻ നോക്കിയത് പിന്നെ ചില സമയങ്ങളിൽ അത് തുറക്കൂലെന്ന് ഉറപ്പുള്ള ചില സമയങ്ങളിൽ പോയിട്ട് ഓരോ വീട്ടിൽ പോയി നോക്കും. ആരെങ്കിലും എന്നോടും തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കത് തൃപ്തിപ്പെട്ടിട്ട് അത് അമലാക്കാനുള്ളൂ. പക്ഷെ എന്നിട്ട് അത് ചെയ്ത സലഫുകൾ പറയുന്നുണ്ട് ഒരാൾ തുറക്കായിരുന്നില്ല, എല്ലാവരും കതക് തുറന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ അമലാക്കാൻ ശ്രമിക്കുന്ന രീതികൾ കാണാം. അപ്പോ സലഫുകൾ ചില ചെയ്യാതെ എന്തുദ്ദേശത്തിൽ? മറ്റുള്ളവർക്ക് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം, നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് എങ്ങനെയാണോ സാധിക്കുക, നമ്മുടെ കുടുംബക്കാർക്കോ സാധുക്കൾക്കോ വീട്ടുകൾക്കോ അല്ലെങ്കിൽ മുഗ്നകൾക്കോ പണമുള്ളവർക്കോ ആർക്കാണെങ്കിലും നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുക. അത് റമദാനിൽ എന്തായാലും നോമ്പ് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതല്ലാതെയും ഐച്ഛികമായ നോമ്പുണ്ട് ഒരാൾക്ക് എന്നറിഞ്ഞാൽ, നമുക്ക് നോമ്പില്ല എങ്കിൽ അയാളെ നോമ്പ് തുറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അത് എത്ര ഭക്ഷിപ്പിക്കണം എന്നുള്ളതിൽ ഉലമാക്കൾ ചർച്ചകളുണ്ട്. നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴോ അല്ലെങ്കിൽ വെള്ളം മാത്രം മതിയോ, അതോ അയാളുടെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം നൽകണോ എന്നുള്ള ചർച്ചകളൊക്കെ കാണാം. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് എന്താണോ കഴിയുക ആ രീതിയിൽ നോമ്പ് തുറപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഭക്ഷിപ്പിക്കുക, നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് സലഫുസ്സാലിഹീങ്ങൾ മറ്റുള്ള പല ഇബാദത്തിനേക്കാൾ മുൻകടത്തി കാണുമായിരുന്നു. ഒരു അഥർ വായിക്കാം, ചില സലഫുകൾ പറഞ്ഞിരുന്നതായി കാണാം. لأن أدعو عشرة من أصحابي فأطعمهم طعاما يشتهونه. ഞാൻ എന്റെ ഒരു 10 കൂട്ടുകാരെ വിളിച്ച്, എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് അവരാഗ്രഹിക്കുന്ന ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅ്തിഖ 10 മിൻ വലദി ഇസ്മാഈൽ.
ഇസ്മായിൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ ഷറഫുള്ള ഒരു നസബാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസബാണ്. അതിൽപ്പെട്ട ഒരു 10 ആളുകളെ അടിമകളായി അവർ വന്നിട്ടുണ്ട് വിചാരിക്കുക. അതിൽപ്പെട്ട 10 ആളുകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന്. കാരണം അത്രയും അവർ ഫള് കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. 6ാമത്തെ കാര്യം അൽ ഉംറതു ഫി റമളാൻ, റമളാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഉംറ എന്നുള്ളത് മഹത്തായിട്ടുള്ള ഇബാദത്താണ്. സമ്പത്തും ആരോഗ്യവും സമയവും എല്ലാം ചെലവഴിച്ച് ചെയ്യുന്ന ഇബാദത്താണ്. അത് റമളാനിൽ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായുള്ള കാര്യമാണ്. ചില കാരണങ്ങളാൽ ഉംറക്ക് പോകാൻ സാധിക്കാതിരുന്ന ഒരു സ്ത്രീ, ഹജ്ജിന് പോകാൻ സാധിക്കാതിരുന്ന ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിനക്ക് ഹജ്ജിന് പോകാൻ കഴിയാതിരുന്നത്? പിന്നാൽ ഇന്ന തടസ്സങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ കാന റമളാൻ ഇഅ്തമരി ഫീഹി, നീ റമളാനായി കഴിഞ്ഞാൽ നീ റമളാനിൽ ഉംറ നിർവഹിക്കുക. ഫഇന്ന ഉംറതൻ ഫി റമളാൻ ഹജ്ജതൻ, റമളാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത് ഹജ്ജ് പോലെയാണ്. അത് അത്രയും ഫളലുള്ളതാണ്. വേറെ റിവായത്തിൽ ഹജ്ജതൻ മഈ, എന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കുന്ന പോലെയാണ് എന്ന റിവായത്തിലും കാണാം. അപ്പോ റമളാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചില സഹോദരങ്ങൾ പുരുഷന്മാർ മാത്രം ഉംറക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അപ്പൊ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരോടൊപ്പം പോകാം എന്നുള്ള നിലക്ക് പറയുകയുണ്ടായി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിപ്പോ പറഞ്ഞ കേട്ടോ, ദർസിൽ ഈ വിഷയം മുമ്പേ പറയാൻ വെച്ചതാണ്. പക്ഷെ ഇത് സാന്ദർഭികമായി പറഞ്ഞതാണ്. ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പുരുഷന്മാർ മാത്രം അവർക്ക് അവരോടൊപ്പം ഒരുമിച്ചൊരു ജമാഅത്തായി പോകാവുന്നതാണ്. ഖൈറാണ് ജമാഅത്തായി പോവുക എന്നുള്ളത്. 7ാമത്തെ വിഷയം, അവസാനത്തെ കാര്യം, റമളാനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ റമളാനിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന, റമളാൻ ഒഴികെ ഒരിക്കൽ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമാണ് അൽ ഇഅ്തികാഫ്, ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിന് ഭജനം ഇരിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് അതിന് പറയുക. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു ഇബാദത്താണ് ഇഅ്തികാഫ്. അഥവാ മുസ്ലിമീങ്ങളല്ലാതെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന ശിർക്കിന്റെ ആയത്തുകളിൽ പോലും അവർ ചെയ്തിരുന്ന കാര്യമായിരുന്നു. അവരുടെ ഈ ഇലാഹുകളുടെ ഇടയിൽ എടുത്തുപോയി വഖൂഫ്, ഇഅ്തികാഫ് ഇരിക്കും. അവിടെ ചടഞ്ഞുകൂടി ഇരിക്കുക എന്നുള്ള, ഒരു ഭാഗത്ത് ചടഞ്ഞുകൂടി ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയതിനു ശേഷം ഒരു തവണ പോലും ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടില്ല. ഒരു സന്ദർഭത്തിൽ സാധിക്കാതെ വന്നപ്പോൾ ശവ്വാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഇഅ്തികാഫിന് ഷർത്തായിക്കൊണ്ട് ചില പണ്ഡിതന്മാർ നോമ്പ് പറഞ്ഞതായി കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നൊക്കെ നോമ്പ് പോറ്റിട്ടാണ്. അപ്പോൾ റമളാനിൽ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ്. അത് ഒഴിവാക്കിയിരുന്നവരെ നോക്കി ഉലമാക്കൾ പറയാറുണ്ട്, മുസ്ലിമീങ്ങൾക്ക് എന്ത് പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇഅ്തികാഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ ധരിച്ചു എനിക്ക് ജോലിയുണ്ട്, അല്ലെ എന്റെ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ 10 ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ലീവ് ലഭിക്കും, അല്ലെങ്കിൽ ആ 10 ദിവസം നിങ്ങളുടെ ചെലവിനുള്ള പണം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ആ 10 ദിവസത്തിന് വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ 10 ദിവസം ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സാധിക്കും. അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങളത് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് ഇഅ്തികാഫ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഇവിടുത്തെ സാഹചര്യം എനിക്കറിയില്ല, അല്ലാഹു അലം. പക്ഷെ ദീന്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. 10 ദിവസം മസ്ജിദിൽ ഇബാദത്തിലായിക്കൊണ്ട് മാത്രം മറ്റുള്ള എല്ലാത്തിൽ നിന്നും മനസ്സിനെ ഒഴിവാക്കിയിരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. വലിയ ഹിക്മത്തുണ്ട് ഇഅ്തികാഫിന് പിന്നിൽ. ഇഅ്തികാഫ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം വേറൊന്നുകൊണ്ട് ലഭിക്കൂല. അത്രയും മഹത്തായ ലക്ഷ്യം ഇഅ്തികാഫിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായി പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഇഅ്തികാഫ്, സാദുൽ മആദ് എന്നുള്ള കിതാബ് വളരെ മനോഹരമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യത്തിലുള്ള മാതൃക. മിൻ ഹദി ഖൈരിൽ ഇബാദ് എന്ന പേര്, അഥവാ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളുടെ മാർഗനിർദ്ദേശം എല്ലാ വിഷയത്തിലും.
വിശേഷം നിസ്കരിച്ചെങ്ങനെ, നോമ്പ് വെച്ചെങ്ങനെ, ഹജ്ജ് ചെയ്തെങ്ങനെ, ഉംറ ചെയ്തെങ്ങനെ, കിടന്നുറങ്ങിയതെങ്ങനെ, ടോയ്ലറ്റ് പോയതെങ്ങനെ, ദാമ്പത്യ ജീവിതം എങ്ങനെ, ദ്വാ എങ്ങനെ, ദിക്ർ എങ്ങനെ, ചികിത്സ എങ്ങനെ, അങ്ങനെ തുടങ്ങി 7 വോള്യത്തിലായിട്ട് ഇന്ന് ഇറങ്ങുന്നുണ്ട്. 5 വോള്യത്തിലായിട്ടും ഇറങ്ങിയിട്ടുണ്ട്, 7 വോള്യത്തിലായിട്ടും ഇന്ന് ഇറങ്ങുന്നുണ്ട്. ജാദുൽ മആദ് എന്ന് പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കിതാബ് എന്ന് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കിതാബാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്കിവിടെ വായിക്കാം. വളരെ മനോഹരമായിട്ടുള്ള കിതാബാണ്. അതിൽ ഇഅ്തികാഫിന്റെ ബാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് എന്താണ് ഇഅ്തികാഫ് കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത്. لما كان صلاح القلب واستقامته على طريق سيره إلى الله تعالى متوقفا على جمعيته على الله. ഈ കൽബ് നന്നാവുക, കൽബ് നേരെ ചൊവ്വേ നിൽക്കുക എന്നുള്ളത്, ഏതിൽ? അള്ളാഹുലേക്കുള്ള യാത്രയിൽ കൽബ് നേരെയാവുക എന്നുള്ളത്, കൽബ് മൊത്തത്തിൽ അള്ളാഹുവിലേക്ക് മുന്നിടുന്നത്, അഥവാ അള്ളാഹു മാത്രം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരാളുടെ കൽബ് നന്നാകുന്നത്. എല്ലാം കൊണ്ടും വിട്ടുനിന്ന് അള്ളാഹുലേക്ക് മാത്രമാകുമ്പോൾ. കൽബിന്റെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ, പല ചിന്തകൾ നമുക്കുണ്ടാവും. നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് കുടുംബം, ഒരു ഭാഗത്ത് കച്ചവടം, ഒരു ഭാഗത്ത് മക്കൾ, ഒരു ഭാഗത്ത് ജോലി, ഒരു ഭാഗത്ത് ഉത്തരവാദിത്തങ്ങൾ, ഒരു ഭാഗത്ത് ബാധ്യത, ഒരു ഭാഗത്ത് ദീൻ, ഒരു ഭാഗത്ത് കുറെ കാര്യങ്ങൾ നമ്മുടെ ചിന്ത. അതെല്ലാതും കൂടി ഒരുമിപ്പിച്ച് അള്ളാഹുലേക്ക് മുന്നിടുമ്പോഴാണ് കൽബ് ഏറ്റവും നന്നാവുന്ന അവസ്ഥ ഉണ്ടാവുക. فإن شعث القلب لا يلمه إلا الإقبال على الله تعالى. ഈ കൽബിന്റെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ഏറ്റവും യോജിച്ച് പരിപൂർണമായി നല്ല രീതിയിൽ ചിന്തയാവണമെങ്കിൽ അതിന് ഒറ്റ മാർഗം എന്നുണ്ടോ? അൽ ഇഖ്ബാലു അലല്ലാഹ്, അള്ളാഹുലേക്ക് മുന്നിടുക എന്നുള്ളത്. എന്നിട്ട് പറയാണ് വകാന ഫുദൂലു ത്വആമി വശറാബ്, അധികരിച്ച ഭക്ഷണം, അധികരിച്ച പാനീയങ്ങൾ, വെള്ളം കുടിക്കുന്നതും ഭക്ഷിക്കുന്നതും. വഫുദൂലു മുഖാലത്തത്തിൽ അനാം, ജനങ്ങളുമായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് അധികരിച്ച് കൂടിക്കഴിയുക എന്നുള്ളത്, അവരുമായിട്ട് അധികരിച്ച സംസാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത്. വഫുദൂലുൽ കലാം, സംസാരം അധികരിക്കുക എന്നുള്ളത്, ഒരാളോടാണെങ്കിലും സംസാരം അധികരിച്ച് സംസാരിക്കുക എന്നുള്ളത്. വഫുദൂൽ മനാം, അധികമായിട്ട് ഉറങ്ങുക എന്നുള്ളത്, ഒരു മനുഷ്യന് ആവശ്യമായതിനേക്കാൾ അധികമായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിമ്മ യസീദുഹു ശഅതൻ വയുശത്തിത്ഹു ഫി കുല്ലി വാദിൻ. ഇത് ഉണ്ടാക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൽബിനെ ചിന്ന ഭിന്നമാക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഓരോ സ്ഥലത്ത് പോയി കിടക്കുന്ന അവസ്ഥയിൽ കൽബ് കോൺസെൻട്രേഷൻ അള്ളാഹുവിലേക്ക് എത്താതെ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭക്ഷണം കൂടിയാൽ, പാനീയങ്ങൾ കുടിക്കുന്നത് കൂടിയാൽ, ആളുകളോട് സംസാരിക്കുന്ന അനാവശ്യമായ സംസാരിക്കൽ കൂടിയാൽ, സംസാരം കൂടിയാൽ, ഉറക്കം കൂടിയാലൊക്കെ കൽബിന്റെ അവസ്ഥ ചിന്നിച്ചെറിയ അവസ്ഥയിലാകും. വയഖ്തഅഹു അൻ സൈരിഹി ഇലല്ലാഹി തആല ഔ യദ്ഉഫുഹു, ഒന്നെങ്കിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അത് തടസ്സമാവും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, അള്ളാഹുവിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നമ്മുടെ കൽബിനെ ദുർബലമാക്കി കളയും. ഒന്നിനും സാധിക്കാത്ത അവസ്ഥയിൽ ഈമാനികമായി എപ്പോഴും ദുർബലതയായിരിക്കും. اقتضت رحمة العزيز الرحيم بعباده أن شرع لهم من الصوم ما يذهب فضول الطعام والشراب. ഇവിടെ അതാ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അതാ റഹ്മാനായ അസീസ്, റഹീമായ അസീസായ അള്ളാഹുവിന്റെ റഹ്മത്ത് അഥവാ അള്ളാഹുവിന്റെ കാരുണ്യമായിക്കൊണ്ട് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു, നോമ്പ് നോൽക്കുന്നത് വഴി അധികരിച്ച ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാകുന്നു. യഥാർത്ഥ നോമ്പ് എന്താണ്? നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണോ റമദാനിൽ? നോമ്പ് യഥാർത്ഥത്തിലാണ് കഴിക്കേണ്ടത്? അല്ല. അവിടെ നോമ്പിന്റെ ഉദ്ദേശം ഭക്ഷണപാനീയങ്ങളിൽ കുറവുണ്ടാകുന്നുണ്ട്. വയസ്തഫ്രിഖു മിനൽ ഖൽബി അഖ്ലാഖി അശ്ശഹവാതി വൽ മുഅവ്വിഖ അൻ സൈരിഹി ഇലല്ലാഹ്, അത് കുറയുന്നത് മുഖേന അള്ളാഹുവിന്റെയിലേക്കുള്ള യാത്രയിൽ തടസ്സമാകുന്ന പല ഷഹ്വത്തുകളും അതിന്റെ ഷഹ്വത്തുകളുമായി ബന്ധത്തിൽ നിന്ന് കൽബിന് ഒഴിവാകുന്നു. അപ്പൊ നോമ്പ് നോൽക്കുന്ന ഒരു ദിവസത്തിൽ നമുക്ക് ഹറാമായ ഷഹ്വത്തുകളോടോ ബാക്കിയുള്ള കാര്യങ്ങളോ കുറവായിരിക്കും, അതുപോലെ അതിൽ നിന്ന് ഒഴിവാകുന്നു. وشرع لهم الاعتكاف الذي مقصوده وروحه عقوف القلب على الله تعالى. അങ്ങനെ അല്ലാഹു തആല ഇഅ്തികാഫിനെ നിയമമാക്കുന്നു. എന്തിനാണ് ഇഅ്തികാഫിനെ നിയമമാക്കുന്നത്? അതുകൊണ്ട് അതിന്റെ റൂഹ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഖൂഫുൽ ഖൽബി അലല്ലാഹ്, കൽബ് അല്ലാഹുവിലേക്ക് മാത്രമായി തിരിയലാണ് ഇഅ്തികാഫിന്റെ ലക്ഷ്യം. ഒന്നുകൂടി വിശദമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് നോമ്പിൽ ഭക്ഷണപാനീയങ്ങൾ കുറഞ്ഞു, രാത്രി നിസ്കാരത്തിൽ ഉറക്കം കുറയുന്നു, അത് കുറഞ്ഞു. അപ്പൊ ആ പ്രശ്നം തീർന്നു. പിന്നെ അവിടെ പ്രശ്നമായിട്ടുള്ള കാര്യം എന്താ? അധിക സംസാരവും അധിക ആളുകളുമായിട്ട് കൂടിക്കലരും. അതുകൂടി ഒഴിവായാലേ കൽബ് എന്താവുള്ളൂ? അള്ളാഹുവിലേക്ക് മാത്രം ഫ്രീ ആവുള്ളൂ. അതാണ് എന്തിന്റെ ലക്ഷ്യം? ഇഅ്തികാഫിന്റെ ലക്ഷ്യം, കൽബ് അള്ളാഹുവിലേക്ക്. വൽ ഖുൽവതു ബിഹി,
അള്ളാഹുമായി ഒറ്റക്കാകുന്ന ഒരവസ്ഥയുണ്ടാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് എങ്ങനെ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ ടെന്റ് പോലെ കെട്ടിയിട്ടുണ്ടാവും. അതിന്റെ അകത്ത് നിന്ന് നിർബന്ധ നിസ്കാരങ്ങൾക്കും നിർബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിറങ്ങാറില്ല? മസ്ജിദിന്റെ അകത്തുനിന്നല്ല, മസ്ജിദിന്റെ അകത്തെ ടെന്റിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാറില്ല? പുറത്തിറങ്ങാറില്ല. മസ്ജിദിൽ വേറെ ആളുകൾ ഉണ്ടാവും, വേറെ ആളുകൾ ഇത്തികാവുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നു. നിർബന്ധ കാര്യങ്ങൾക്ക് ഇപ്പോ നിസ്കാരം ജമാഅത്തിന് ഇറങ്ങും, അതുപോലെ തന്നെ തന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയാക്കേണ്ട ഒരു ആവശ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനങ്ങൾക്ക്, അങ്ങനെയുള്ള നിർബന്ധ കാര്യങ്ങൾക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. ആലോചിച്ച് നോക്കിയും എന്തിനു വേണ്ടിയിട്ടത്? അള്ളാഹുമായിട്ട് മാത്രം ചിന്തയിൽ മുഴുകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നത് ഇഅ്തികാഫ് ലക്ഷ്യം സൃഷ്ടികളുമായിട്ട് ശുഗലിലാകുന്നതിനെ അത് ഒഴിവാക്കണം, അതിനു വേണ്ടിയിട്ടാണ്. വലിസ്തിഗാലു ബിഹി വഹ്ദ, അങ്ങനെ അള്ളാഹുലേക്ക് മാത്രം മുഴുകാൻ വേണ്ടിയിട്ട്. ബിഹൈസു യസീറു ദിക്റഹു വഹബ്ബഹു വൽഇഖ്ബാലു അലൈഹി ഫീ മഹല്ലി ഹുമൂമിൽ ഖൽബി വഖതറാതിഹി, അവന്റെ കൽബിന്റെ ചിന്തയും അവന്റെ കൽബിന്റെ ഉദ്ദേശങ്ങളും അങ്ങനെയെല്ലാം അള്ളാഹു മാത്രമായിട്ട്, അള്ളാഹുവിനോടുള്ള ദിക്റും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹു മാത്രമായിട്ട് തിരിയാൻ വേണ്ടിയിട്ടാണ് ഇഅ്തികാഫ് നിയമമാക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഇന്ന് നടക്കുന്ന ഇഅ്തികാഫുകൾ പലതും മസ്ജിദിന്റെ അകത്ത് സംസാരിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യവും, അല്ലെങ്കിൽ മസ്ജിദിനകത്ത് മൊബൈലിൽ കച്ചവടം ചെയ്യാനുള്ളതും, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളും മൊബൈലിൽ വേറെ മുഴുകാനും അതിനൊക്കെ രീതിയാണ് നടക്കുന്നത്. ഇബ്നു ഖയ്യിം ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, എഴുതിയത് 6-ാം നൂറ്റാണ്ടിലാണ്, അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് കാലത്തെ ഇഅ്തികാഫ് ലൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ലൗലുൻ ആഖർ, ഇന്ന് കാലത്തെ വേറെന്തോ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് വേറെന്തോ ആണ് എന്നുള്ളത്. അപ്പോൾ ഇഅ്തികാഫ് മഹത്തായ ഇബാദത്താണ്. ഒരു വർഷത്തിൽ 365 ദിവസം അള്ളാഹു നൽകിയിട്ട് അതിൽ 10 ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി മാത്രം, വേറൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഇഅ്തികാഫ്, ഒരു സംശയമില്ല. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള അങ്ങനെയാണ്, അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുള്ള അങ്ങനെയാണ്. ഒന്നുമില്ല, എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നിർബന്ധമായ അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ പൂർണ്ണ സമയവും അള്ളാഹുവിന്റെ ദിക്റിലും ഖുർആൻ പാരായണത്തിലും ദുആയിലും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ളതാണ്. ആ 10 ദിവസം മതിയാവും ചിലപ്പോൾ നമുക്ക് അടുത്ത റമളാൻ വരെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കൽബിനെ തെറ്റിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി അള്ളാഹുലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇഅ്തികാഫ് ഉപകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ചിലപ്പോ നമ്മുടെ ജോലി ഒന്ന് തർത്തീബാക്കി ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ലീവ് ഇട്ടാൻ പറ്റും. കഴിയുന്നവർക്ക് കേട്ടോ, എല്ലാവരും ഇനി ഒരാൾ എനിക്ക് കഴിയുന്നില്ലല്ലോ, എന്റെ ജോലി ഇങ്ങനെയാണല്ലോ, ഒന്നും ചിന്തിക്കണ്ട. പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. പക്ഷെ കഴിയുന്ന ആളുകൾ ചെയ്യാതിരിക്കും. ഇപ്പൊ ഏതുപോലെ വെച്ചാൽ നാട്ടിലെ ചില ആളുകൾ ഉണ്ടാവും 100ഉം 200ഉം ഒക്കെ സെന്റ്, അല്ലെങ്കിൽ 1, 2, 3, 4 ഏക്കറൊക്കെ സ്ഥലം ഉണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. ചോദിച്ചാൽ പറയും അത് സ്ഥലം എന്റെ മക്കൾക്കുള്ളതല്ലേ, അത് ഞാനെങ്ങനെ എടുത്ത് വിറ്റിട്ട് ഹജ്ജിന് പോവുക? എന്താ അവരോട് പറയാ? അവരോട് എന്ത് പറയാനാ? അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ നാട്ടില് ഒരുപാട് കച്ചവടം ഇതൊക്കെ ഉണ്ട്. ഹജ്ജിന് പോകാൻ പാടില്ല. അവർക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്ഥലം ഒരുപാടുണ്ടായിട്ട് ഹജ്ജ്, അപ്പൊ നിങ്ങളെന്താ ഹജ്ജ് ചെയ്യാത്ത ചോദിച്ചാൽ സ്ഥലം വിറ്റിട്ട് ഹജ്ജ് ചെയ്യണമെന്ന് മക്കൾക്കുള്ളതല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചില ധാരണകളുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഅ്തികാഫ് ജീവിതത്തിൽ തീരെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കൊല്ലമാണെങ്കിൽ അടുത്ത വർഷത്തിനെങ്കിലും ഈ കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വർഷം അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. ഇപ്പോൾ പ്ലാൻ ചെയ്താൽ തന്നെ സാധിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ ജോലി ക്രമീകരിച്ചാൽ, കച്ചവടം ക്രമീകരിച്ചാൽ, കച്ചവടത്തിന് കുറച്ച് ആളുകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുന്ന ആളുകൾ പരിശ്രമിക്കുക. ഇനി അങ്ങനെ പകലിൽ സാധിക്കുന്നില്ലാതെങ്കിൽ രാത്രിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടുത്തെ സാഹചര്യം അറിയില്ല, ഇവിടുത്തെ പുതിയ ആളാണ്, ഇവിടുത്തെ മസ്ജിദിൽ അങ്ങനെ എന്തെങ്കിലും നിയമവശം ഉണ്ടോ എന്നൊക്കെ അറിയില്ല, അല്ലാഹു അലം, രജിസ്റ്റർ ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും രാത്രിയിൽ ചെയ്യുക. അതിനും സാധിക്കാത്ത ആളുകളാണെങ്കിൽ, ഇപ്പൊ കുടുംബത്തിൽ വേറെ ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ ആരുമില്ല, ഭാര്യയ്ക്ക് പേടിയാണ്, അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നരാടം ഒറ്റ രാത്രിയിൽ ശ്രമിക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിൽ പ്രത്യേകം ഫദ്ല് വന്നിട്ടുള്ള രാത്രികളിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതിലും സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ ആ സമയത്ത് ഇബാദത്തിലായി മുഴുകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അതിനും സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പരമാവധി മറ്റുള്ള സാഹചര്യത്തിൽ നിന്ന് ശ്രമിക്കുക. പുറത്താണെങ്കിലും അള്ളാഹുവിലേക്കുള്ള ഒരു ബന്ധം നേടാൻ ശ്രമിക്കുക. എന്താണോ നമുക്ക് കഴിയുക അതിന്റെ പരമാവധി ശ്രമിക്കുക. നല്ലൊരു നിയ്യത്തുണ്ട് എങ്കിൽ, അള്ളാഹുവിനോട് നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ അത് അനുഭവിച്ചറിയന്നെ വേണം.
കാരണം എല്ലാത്തിനും ഒഴിവായിട്ട് അള്ളാഹുൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് 10 ദിവസം ചെലവഴിക്കുക എന്നുള്ളത്, അതും റമദാനിൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിവായി ഉറക്കവും കുറഞ്ഞ് കൂടുതൽ ഖുർആൻ പാരായണമായിട്ട് സുബ്ഹാനല്ലാഹ് ഖൽബ് അള്ളാഹുവിന്റെ അടുക്കലും ശരീരം ദുനിയാവിലുമായി കൊണ്ടുള്ള ചില ഉലമാക്കൾ സൂചിപ്പിച്ച മഹത്തരമായിട്ടുള്ള ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്തായാലും ഉറപ്പാണ്, നമുക്ക് ജീവിതം ഒരു വർഷം മുഴുവൻ ഇത്തികാഫിരിക്കാൻ പറ്റൂല. അള്ളാഹു അതിനെല്ലാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് മലക്കുകളുണ്ട് അവിടെ 24 മണിക്കൂറും, അല്ലെങ്കിൽ എപ്പോഴും ഇബാദത്തിലായി മുഴുകണമെങ്കിൽ. നമുക്കിവിടെ അള്ളാഹു തആല കച്ചവട നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വിവാഹത്തിന് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, മക്കളെ നോക്കുന്നതിന് പ്രതിഫലം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നിയമവശങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള മഹത്തായ സുന്നത്താണ്. പല ആളുകൾക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം അറിയില്ല, അതിന്റെ ഉദ്ദേശം അറിയില്ല, അത് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. അപ്പോ 10 ദിവസം മുഴുവൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാധിക്കുന്ന സമയങ്ങൾ അധികവും മസ്ജിദിൽ ചെലവഴിച്ചുകൊണ്ട്, രാത്രിയിൽ മസ്ജിദിൽ ചെലവഴിച്ചുകൊണ്ട്, എങ്ങനെയാണോ സാധിക്കാതെ ഓരോ ആളുകൾക്കും അവരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് ശ്രമിക്കുക, നല്ലൊരു നിയ്യത്ത് വെക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ കാര്യങ്ങൾ റമദാനിൽ ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്കിയുള്ള ഏത് ഇബാദത്തുകളും. അപ്പൊ നന്മകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹുവിനോട് ധാരാളം തൗഫീഖിന് ചോദിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞതുപോലെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക എന്നാണ്. ഓരോ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. ആരാ സഹായിക്കേണ്ടത്? അല്ലാഹു തആല. എന്തിനാ സഹായിക്കേണ്ടത്? ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുക. അതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ അറിയാനാണ്, ഇൽമാണ് ഉദ്ദേശം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനാണ് ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവെ നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ കുറിച്ചുള്ള അറിവുണ്ടാകാൻ. വശുക്രിക്, ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ശുക്ർ എന്ന് പറയുക. അപ്പൊ ശുക്ർ ചെയ്യാൻ, നിന്നെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ. വഹുസ്നി ഇബാദത്തിക് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ഇഹ്സാനോടുകൂടി ചെയ്യാൻ. അഥവാ അള്ളാഹു നിന്നെ, ഈ ഇൽമു അമലുമാണ്, ഈ ദിക്റും ശുക്റാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ഇൽമു അമല്, തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി എന്നൊക്കെ പറയുന്നത്. അതിനെ ഏത് രീതിയിൽ ചെയ്യണം? ഇഹ്സാനോടുകൂടി ചെയ്യണം. അഥവാ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പൊ ഇതിനെന്ത് വേണം? അല്ലാഹുമ്മ ഇന്നി, അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണം. അപ്പൊ റമളാനാണ് വരുന്നത്. ജീവിതത്തിൽ നമ്മൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ, കുറവുകൾ, അതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള, നന്മയിൽ മുന്നേറാനുള്ള, ഇനിയൊരു പുതിയ തീരുമാനമെടുക്കാനുള്ള, പാപങ്ങൾ ഒഴിവാക്കാനുള്ള ഒരുപാട് മാറ്റത്തിനുള്ള അവസരമാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖബറിൽ കിടക്കുന്ന ഒരാളോട് നീ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾ പറയും റമളാനിലെ ഒരു ദിവസമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ വിശ്വാസിയുടെ ഹദീസ്, 2 ആളുകൾ, ഒരാൾ ഷഹീദായി മരണപ്പെട്ടു, ഒരാൾ സാധാരണഗതിയിൽ ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ടു. ഷഹീദായി മരണപ്പെട്ട വ്യക്തി ധാരാളം ഇബാദത്തുകൾ ഇജ്തിഹാദ് ചെയ്യുന്ന ആളായിരുന്നു. അയാൾ സ്വർഗത്തിൽ ആദ്യം മറ്റേയാൾ, ഒരു വർഷം കഴിഞ്ഞ് മരിച്ചയാൾ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ത്വൽഹാ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ എന്താണ് അത്ഭുതമുള്ളത്? അവനൊരു റമളാൻ കൂടുതൽ കിട്ടിയില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിന്റെ വിഷയം. അവന് റമളാൻ കൂടുതൽ കിട്ടിയില്ലേ എന്നുള്ളത്. അപ്പൊ ഇന്ന് ഖബറിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ റമളാനിൽ നമ്മൾ ഉണ്ടായിരുന്ന ആളുകൾ, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു റമളാനായിരിക്കും. ഇത് നമുക്ക് അല്ലാഹു തആല അതിൽ എത്തിക്കുമാറാകട്ടെ. അത് ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല അതിനുള്ള അവസരം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ. ഒന്ന്, ആ ഫോം പൂരിപ്പിക്കാനുള്ളത് എല്ലാവരും പൂരിപ്പിച്ചിട്ട് തന്നെ പോകണം. ക്ലാസിന്റെ ഇടയിൽ ശ്രദ്ധ പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ നിർത്താൻ പറഞ്ഞത്. എല്ലാവരും ഇത് പൂരിപ്പിച്ചിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. 2, ഭക്ഷണം ഇവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് കഴിക്കാനെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിൽ, ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉംറയുടെ കാര്യം പോകാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർക്ക് മാത്രം ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരുമിച്ച് ജമാഅത്തായി പോകാൻ സാധിക്കും. അവസാനമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു മർക്കസിന്റെ കീഴിലായിക്കൊണ്ടുള്ള ദഅവത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ഖൈറുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ മദ്രസ, അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് ദീന് പഠിക്കാൻ, ഭാവിയിൽ ഇവിടെ വരുന്ന തലമുറകളെ പഠിപ്പിക്കാനുള്ള ആളുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ദീനിന്റെ ഒരു വെളിച്ചമില്ലാതെ നടക്കുന്ന ആളുകളുണ്ട്.
അവർക്കൊക്കെ ദീൻ എത്തിക്കാൻ, തൗഹീദ് കിട്ടാൻ, സുന്നത്ത് കിട്ടാൻ, സലഫിയത്ത് കിട്ടാൻ, അതുപോലെ ധാരാളം അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെല്ലാവരും ഒപ്പം പരിശ്രമിച്ചാൽ വലിയൊരു ഖൈറുകൾ പരലോകത്തിന് നമുക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക. നബിമാർ അള്ളാഹുവിന് മുമ്പിൽ ഇബാദത്ത് തെളിയിച്ച ഏറ്റവും വലിയ ഇബാദത്ത് ദഅവത്താണ് എന്നാണ്. അപ്പോൾ ഇൽമും അമലും ദഅവത്തും അതിൽ മുറുകെ പിടിക്കേണ്ടതാണ് സബർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു ദഅവക്ക് ഉണ്ടാകണം. അതിന്റെ നിങ്ങളുടെ സമയം ചെലവഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ ഇതുപോലെ ദർസുകൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയോ കുടുംബക്കാരെയോ അവരെ ക്ഷണിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ഇത് സഹായിക്കാൻ പറ്റുക ആ രീതിയിലെല്ലാം ഈ ഒരു ദഅവത്തിനെ സഹായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി, അവനവന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു തആല അതിനുള്ള നിയ്യത്ത് വെക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സൽമാൻ സലാഹി ഉസ്താദിന്റെ ദർസ് വിചാരിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ സാധിക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വിഷയം നമുക്ക് പറ്റുമെങ്കിൽ റമദാന് മുമ്പ് പറ്റുമെങ്കിൽ നമുക്കൊരു ദിവസം എടുക്കാം. അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ പഠിക്കേണ്ട വിഷയമായിരുന്നു. ഖദ്ദറല്ലാഹ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അവിടെ ഇതുപോലെ അസറിന് ശേഷം ദീനിയായ മജ്ലിസും നമ്മുടെ ഇഫ്താറും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ചില ആളുകൾ നോമ്പ് തുറപ്പിക്കാനുള്ള അത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദർസുകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് നോമ്പ് തുറന്ന് പിരിയാനുമെല്ലാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക.